ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അത്യത്ഭുതമായ നാമങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ദേവിയുടെ സ്ഥൂല സൂക്ഷ്മ കാരണഭാവങ്ങള്, സൂക്ഷ്മ തരം, സൂക്ഷ്മതമം, ഇങ്ങനെയുള്ള നാമങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനേക നാമങ്ങൾ തീർക്കാനുണ്ട്. എങ്കിലും നമ്മൾ ഒരുവിധമായിട്ട് അമ്മയെ കണ്ട്, അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച്, അല്ലെ, ആ ഒരു ഹ്രീംകാരിയായിട്ട്, ഹ്രീമതിയായിട്ട്, ഹൃദ്യയായിട്ട്, ആ ഒരു രാജരാജാർച്ചിതയൊക്കെ ആയിട്ട്, രാജ്ഞിയായിട്ടൊക്കെ നമ്മൾ കണ്ടുപോവുകയാണ്. അപ്പൊ ആ നാമങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഒരു രമ്യ, രാജീവലോചന, രഞ്ജനി, രമണി, രസ്യ, രണത്കിങ്കിണി മേഖല. അപ്പൊ രസ്യ എന്ന് പറയുന്ന നാമം, അതായത് 310ാമത്തെ നാമത്തിലാണ് നമ്മൾ കഴിഞ്ഞവണ നിർത്തിയത്. അടുത്ത നാമം തൊട്ട് നമുക്ക് വീണ്ടും ആരംഭിക്കാം. രസ്യ, രസിക്കുന്നതിന്, അതായത് ആസ്വദിക്കുന്നതിന് യോഗ്യമായിട്ടിരിക്കുന്നവൾ, ആത്മാനന്ദ സ്വരൂപിണി, അല്ലെ, രസോപൈസഹ എന്ന് തൈത്തേരിയ ഉപനിഷത്തിൽ പറയാറുണ്ട്, രസിപ്പിക്കുന്നവൾ എന്നും. അതായത് ബ്രഹ്മാനന്ദത്തില് സദാ മുഴുകിയിരിക്കുന്നവൾ, അല്ലെ. നമ്മൾ ശ്യാമ ദേവിയുടെ പടമൊക്കെ കാണുകയാണെങ്കിൽ അമ്മ കയ്യിലൊരു വീണ വെച്ച് തത്തയെ വെച്ചിട്ട് കണ്ണടച്ച് പാതി കണ്ണടച്ചാണ് അമ്മ ഇരിക്കുന്നത്, ഇല്ലേ. എന്താണത്? ആത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. അപ്പൊ ഒരു ആത്മസുഖത്തില് തന്നിൽ തന്നെ രമിച്ചിരിക്കുന്നവൾ. അപ്പോ എന്താ പറയാ, ആ ഒരു രസമായിട്ടിരിക്കുന്നവൾ, എല്ലാത്തിന്റെയും, അല്ലെ, ആ ഒരു നിവേദ്യത്തിലെ രസം സ്വീകരിക്കുന്നവൾ എന്നൊക്കെ നമ്മൾ കണ്ടു. രസ്യ എന്നുള്ള നാമത്തിന് അടുത്ത നാമം രണക്കിങ്കിണി മേഖല. അപ്പോ ആ ഒരു നാദം മുഴക്കുന്ന കിങ്ങിണികളോട് കൂടിയ ഒഡ്യാണം ധരിച്ചിരിക്കുന്നവൾ, രണത് കിങ്കിണി മേഖല. രണത്തെന്ന് പറഞ്ഞാൽ മണിനാദം മുഴക്കുന്ന, കിങ്കിണി എന്ന് പറഞ്ഞാൽ കിങ്ങിണികള്, മേഖല എന്ന് പറഞ്ഞാൽ ഒഡ്യാണം. അപ്പൊ എങ്ങനെയുള്ള ഒഡ്യാണം ധരിച്ചിരിക്കുന്നവളാണ് ദേവി? അപ്പൊ ആ ഒരു എന്താ പറയാ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, ആ ഒരു രണത്തായിരിക്കുന്ന, ശബ്ദിക്കുന്ന കിങ്കിണികളോട് കൂടിയ അരഞ്ഞാണം ധരിച്ചിട്ടുള്ളവൾ. ഇപ്പൊ സ്ഥൂല വർണ്ണനയിൽ വരുന്ന നാമമാണ്. നമുക്ക് ഇതിനു മുമ്പേ നമ്മൾ അമ്മയുടെ സ്ഥൂല രൂപം കണ്ടപ്പോൾ നമ്മൾ ഈ കൂടുതൽ കണ്ടിട്ടുണ്ട്. എങ്കിലും ദേവി പരാശക്തി ഒരു അരപ്പെട്ട അഥവാ ഒഡ്യാണം, ചെറിയ കിലുങ്ങുന്ന മണികളോട് കൂടിയത് ധരിച്ചിരിക്കുന്നു എന്ന് അർത്ഥം എടുക്കണം. ഇത് ദേവിയുടെ ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളിൽ എന്താണ് അർത്ഥമെല്ലാം, അതിന്റെ ആന്തരികാർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യ ലഹരിയിലെ 7ാമത്തെ ശ്ലോകം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അമ്മയുടെ ഒതുങ്ങിയ മധ്യപ്രദേശം കിലുങ്ങുന്ന മണികളോട് കൂടിയ സ്വർണ്ണ ഒഡ്യാണത്താൽ ശോഭിക്കുന്നു. അപ്പൊ ചെറിയ കിലുങ്ങുന്ന ആ ഒരു സ്വർണ്ണ മണികൾ ഘടിപ്പിച്ച ഒഡ്യാണം, ഇതിനെ നമുക്ക് നാദത്തിന്റെ ഉറവിടമായിട്ട് കാണണം. ദേവി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ചെറിയ മണി ഒച്ചയില് നിന്നായിരിക്കും നാദബ്രഹ്മമായിട്ട് മാറിയിരിക്കുന്ന ഈ നാദത്തിന്റെ തുടക്കം എന്നർത്ഥം. ഈ ശബ്ദം അത് നമ്മുടെ മണിപൂരക ചക്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം അവിടെയാണ് ഒഡ്യാണം ധരിക്കുന്നത്, ഇല്ലേ. ഇനി ശിവസൂത്രങ്ങൾ പറയണു, നാദത്തിന്റെ ആരംഭം ഡമരുവിൽ നിന്നാണെന്ന്, അതായത് ശിവന്റെ ഉടുക്കിൽ നിന്നാണ്. ഇതുപോലെ തന്നെയാണ് നാദത്തിന്റെ ഉറവിടം ദേവിയുടെ അരപ്പട്ടയിൽ നിന്നാണ് എന്ന് പറയുന്നത്. കാരണം ഇത് സാധാരണ സാധനാപദത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ദേവിയുടെ ആ ഒരു ഗ്രോസ് ഫോം, അതായത് സ്ഥൂല രൂപം മനക്കണ്ടുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് അതിന് സഹായിക്കും. കാരണം ദേവിയുടെ 4 രൂപങ്ങളാണ് സ്ഥൂലം എന്ന് പറയുന്ന ഗ്രോസ് ഫോം, സൂക്ഷ്മ രൂപം എന്ന് പറയുന്ന സട്ടിൽ ഫോം, സൂക്ഷ്മ തരം എന്ന് പറഞ്ഞ സട്ടിലർ ഫോം. അത് തന്നെയാണ് ദേവിയുടെ കാമകലാ സ്വരൂപം എന്ന് പറയുന്ന സട്ടിലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ കുണ്ടലിനി സ്വരൂപമാണത്, അല്ലെ, സട്ടിലസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ ആ ഒരു സ്ഥൂല രൂപത്തെ 12 മുതൽ 51 വരെ വിവരിച്ചിരിക്കുന്നത് സട്ടിൽ ഫോം എന്ന് പറയുന്ന മന്ത്രങ്ങൾ എന്ന് പറയുന്നത് 85 മുതൽ 89 വരെ, സട്ടിലർ ഫോം എന്ന് പറയുന്നത് കാമകല എന്ന് പറയുന്ന 88 മുതൽ 89 ഇവയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി 322ാമത്തെ നാമം കാമകല രൂപാന്തരമാണ്, ആ രൂപം തന്നെയാണ്. ഇപ്പൊ സട്ടിലസ്റ്റ് ഫോം കുണ്ടലിനി 90 മുതൽ 111 നാമം വരെ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മള് ആ ഒരു സൈക്കിക് ചക്രാസ്, അതായത് 475 മുതൽ 534 വരെ പറയുന്നുണ്ട്. അപ്പൊ ദേവിയുടെ എങ്ങനെയാണ് നമുക്ക് അമ്മയെ മനസ്സിലാക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത്. കാരണം ആ ഒരു എന്താ പറയാ, ആ ഒരു ചെറിയ ഒഡ്യാണം അമ്മ ധരിച്ചിരിക്കുന്ന, അപ്പൊ നാദസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഓരോ നാമത്തിലൂടെ, അപ്പൊ നാദം, നമ്മൾ ബിന്ദു, നാദം, കല, ഇതെല്ലാം കുറിച്ച് നമുക്ക് ഈ കൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ആ ഒരു ദേവി ആരാണ്? രണത്കിങ്കിണി മേഖല, രമ,
രാഗേന്ദുവദന, രതിരൂപ, രതിപ്രിയ, രക്ഷാകരി, രാക്ഷസഗ്നി, രാമ, രമണലംബട. രകാരം തുടങ്ങുന്ന നാമങ്ങളാണ് ഇതെല്ലാം തന്നെ. രമ അല്ലെ, ലക്ഷ്മി ദേവി, ലക്ഷ്മി സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ. അപ്പോൾ നമ്മളെ ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും വേഷം കെട്ടുന്ന നർത്തകിയെ പോലെ ഇരിക്കുന്നു അല്ലെ. അമ്മ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ ദേവിയെ നമുക്ക് വിശേഷിപ്പിക്കാം. ലക്ഷ്മി ദേവിയെ കുറിക്കുന്ന പര്യായങ്ങളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ രമ എന്നുള്ളത്. ഇന്ദിര, ലോകമാതാമ, രമ, മംഗലദേവത, ഭാർഗവി, ലോകജനനി, ക്ഷീരസാഗര കന്യക എന്നൊക്കെ അമരകോശത്തിൽ പറയുന്നുണ്ട്. സമ്പത്ത് ദാനം ചെയ്ത് ഭക്തരെ രമിപ്പിക്കുന്നവൾ എന്ന് പരാമർശം. അപ്പൊ രമ എന്ന് പറഞ്ഞ നാദത്തിന് ശരിക്കും ലക്ഷ്മി സ്വരൂപമാർന്നവൾ എന്ന് തന്നെയാണ് പേരെങ്കിലും നമുക്ക് എന്താ പറയാ, വിഷ്ണുവിന്റെ പത്നി, അതായത് ധനത്തിന്റെ ഐശ്വര്യത്തിന്റെ ദേവത എന്നും അർത്ഥം എടുക്കണം. ഈ പരാശക്തി തന്നെയാണ് ലക്ഷ്മിയുടെ രൂപത്തില് തന്റെ ഭക്തർക്ക് ധനസമ്പത്തിയും ഐശ്വര്യവും അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് സ്പിരിച്വൽ വെൽത്ത് എന്ന് നമ്മൾ അർത്ഥം എടുത്തോളണം. കാരണം ഈ മൂന്ന് നാമങ്ങള് 313 രമ, 314 രാഗേന്ദുവദന, 315 രതിരൂപ, ഇതെല്ലാം തന്നെ നമ്മൾ ചേർന്നിരിക്കുകയാണ്. കാരണം ആ രൂപത്തെയാണ് നമ്മൾ കാമകല ബീജം എന്നറിയപ്പെടുന്നത്. ഈ നാമം ഈ എന്നുള്ള അക്ഷരം തരും. അപ്പോ അടുത്ത നാമം എന്താണ്? രാഗേന്ദുവദന, ദേവിയുടെ മുഖം പൂർണ്ണചന്ദ്ര സമാനമാണ് എന്ന് പറയുകയാണ്. അപ്പൊ രാഗേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനെ പോലെ മനോഹരവും കാരുണ്യവും ശീതളവുമായിട്ടുള്ള മുഖത്തോട് കൂടിയവൾ രാഗേന്ദുവദന. അപ്പൊ ചന്ദ്രമുഖിയായിട്ടിരിക്കുന്നവൾ, ചന്ദ്രമുഖി ആയിട്ട് യോഗികൾക്ക് ദർശനം നൽകുന്നവൾ. വദനം, മുഖം, രാഗേന്ദു, പൂർണ്ണചന്ദ്രൻ. ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് അല്ലേ. അപ്പോ ദേവിയുടെ മുഖം പൂർണ്ണചന്ദ്ര സമാനമാണ്. പൂർണ്ണചന്ദ്രൻ എന്നത് കളങ്കമില്ലാത്തതാണ്. ഈ ഫുൾ മൂൺ അല്ലെ, അതായത് ബിന്ദുവിനെ കുറിക്കുന്നതാണ്. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അമാവാസി, പൗർണമി, പൗർണമിയാണ് നമ്മൾ ഫുൾ മൂൺ എന്ന് പറയുന്നത് അല്ലെ. ഈ ഡോട്ട് അതിനെയാണ് നമ്മൾ ഐ എന്നതിന്റെ മുകളിൽ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈം എന്നുള്ള ബീജം ഉണ്ടാകുന്നതെന്ന് പറയുകയാണ്. ഈ സ്റ്റേജിലെ ഇടയ്ക്ക് ഒരു ഡോട്ട് അഥവാ ബിന്ദു മാത്രമേ മുകളിലുള്ളൂ. അങ്ങനെയാണത് ഈം ആയിട്ട് രൂപം പ്രാപിച്ചു. അപ്പൊ അത് ഈ ഈം എന്ന കാരമാകുന്ന കാമകലയായിട്ട് രൂപാന്തരപ്പെടേണ്ടതൊട്ട് ഉണ്ട്. അപ്പൊ ദേവിയുടെ ആദ്യം എന്താ, ഒരു ഡോട്ടായിട്ട് അല്ലെ, അത് ഒരു ബിന്ദുവായിട്ട് വന്നു. അതിൽ നിന്ന് പൂജ്യം, അതായത് ആ ഒരു ഈംകാരമാകുന്ന കാമകലയായിട്ട് എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് പറയുകയാണ് ദേവി. അപ്പോ അടുത്ത നാമം രതിരൂപ, രതിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. മന്മഥന്റെ, നമുക്കറിയാം ഗോഡ് ഓഫ് ലവ് എന്നൊക്കെ പറയുന്ന ആരെയാ? മന്മഥനെയാണ് അല്ലേ, കാമദേവൻ. മന്മഥന്റെ ഭാര്യയായിരിക്കുന്ന കാമദേവൻ, അതായത് കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ്. നേരത്തെയുള്ള 2 നാമങ്ങളില് ഈം എന്ന അക്ഷരം ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ ഈ നാമത്തില് ഒരു ബീജമായിട്ട് തീർന്നിരിക്കുകയാണ്. രതിയും പതിയായ മന്മഥനും അഥവാ കാമനും അവരുടെ കാമ ഉദ്ദീപമായിട്ട് ആ ഒരു വിഷയത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ കാമകല എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മംഗളമായത്, ഫുൾ ഓഫ് ഓസ്പീഷ്യസ്നെസ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇത് സട്ടിലായിട്ട് പറയുകയാണെങ്കിൽ സൃഷ്ടിയെ കുറിക്കുകയാണ്. ഈ ബീജം എന്ന നാമത്തില് കാമകല ആയിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. ഈം കാമകലയെ കുറിച്ച് 322 നാമത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ രതിരൂപ, അപ്പൊ രാഗേന്ദുവദന എന്ന് പറഞ്ഞതിൽ കൂടെ ചേർത്ത് നമ്മൾ ഇത് വായിക്കേണ്ടതാണ്. കാരണം കാമപത്നിയായിരിക്കുന്ന രതിയെ പോലെ അതിസുന്ദരിയായിട്ടിരിക്കുന്നവൾ, രതിയായിട്ട് രൂപം ധരിച്ചവൾ. ചന്ദ്രന്റെ 6ാമത്തെ കലയ്ക്ക് രതി എന്ന് പേരുണ്ട്. അപ്പൊ ആ കലാരൂപിണിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്നുണ്ടായ ആനന്ദ അനുഭവം എന്നും രതിക്ക് അർത്ഥമുണ്ട്. ആ ആനന്ദം സ്വരൂപമായിട്ടിരിക്കുന്നവൾ. ലളിതോപാഖ്യാനത്തിലെ ദേവി ചിതഗ്നികുണ്ഡത്തിൽ രൂപം പൂണ്ട രംഗം വിവരിക്കുമ്പോൾ ശൃംഗാരൈക രസാലയ എന്നാണ് ദേവിയെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ശൃംഗാര രസത്തിന്റെ സ്ഥായി ഭാവം രതിയാണ് അല്ലെ. അപ്പൊ പ്രപഞ്ചസ്ഥിതിക്ക് ആധാരമായിരിക്കുന്ന രതി ദേവിയുടെ തന്നെ രൂപമാണ്. അപ്പൊ മന്ത്രവ്യാഖ്യാനത്തില് ആ ഒരു രമ എന്ന പദം കൊണ്ട് ഈ എന്ന വർണ്ണത്തെയും രാഗേന്ദുവദന എന്നുള്ള പദം കൊണ്ട് അനുസ്വാരത്തെയും ഉദ്ധരിച്ച് രതിരൂപ എന്ന പദം കൊണ്ട് കാമകലയെ ഉദ്ധരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഇതിന്റെ പൂർണ്ണ ഭാവങ്ങൾ നമ്മൾ ഗുരുമുഖത്തു നിന്ന് തന്നെ അറിയേണ്ടതാണ്.
അപ്പോ ആത്മാവ് പരമാത്മാവുമായിട്ട് ചേരുമ്പോഴുള്ള അനുഭവം, രതിയുടെ ആ അനുഭവത്തിന്റെ രൂപം, ആ രതി അല്ലെ, ആത്മരതി, അതിന്റെ രൂപമായിട്ടിരിക്കുന്നവൾ, എന്തും കൂടിച്ചേരുമ്പോഴുള്ള അനുഭവത്തെയാണ് നമ്മൾ രതി എന്ന് പറയുന്നത്. ഇവിടെ ജീവാത്മ പരമാത്മ സംഘമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ രതിപ്രിയ, ഇപ്പൊ മുകളിൽ പറഞ്ഞ രതിയെ ഇഷ്ടപ്പെടുന്നവൾ രതിപ്രിയ. അപ്പോ രതിക്ക് പ്രിയ ആയിട്ടുള്ളവൾ എന്നെടുക്കാം. കാമദേവൻ ശിവന്റെ 3-ാം കണ്ണിലെ അഗ്നിയിൽ ഭസ്മമായി കഴിഞ്ഞപ്പോ വൈധവ്യം സംഭവിച്ച രതിദേവി ദുഃഖിതയായിട്ട് ഭർത്താവിനെ സ്മരിച്ച് ദേവിയെ ഉപാസിച്ചു. രതിയിൽ പ്രീതയായിരിക്കുന്ന ദേവി കാമേശ്വരനെ കടക്കണ്ണുകൊണ്ട് നോക്കി ആ കടാക്ഷത്തിൽ നിന്ന് പൂർവാധികം സുന്ദരനായിരിക്കുന്ന സുന്ദരമായ ദേഹത്തോടു കൂടിയ കാമദേവൻ വീണ്ടും ജനിച്ചു. ഈ കഥ ലളിതോപാഖ്യാനത്തിൽ 27-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാമദേവന് പുനർജന്മം കൊടുത്തത് വഴി രതിക്ക് പ്രിയം ചെയ്തവളായി രതിപ്രിയ. രതിയിൽ പ്രിയമുള്ളവൾ എന്ന രതി എന്ന പദത്തിന് ആ ഒരു മറ്റർത്ഥങ്ങളും യോജിപ്പിച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം. കാരണം ദേവിക്ക് കാമന്റെ പത്നിയായ രതിയോട് വളരെ വാത്സല്യമാണ്. ഒരു യക്ഷിണി എന്ന ഒരു താഴ്ന്ന ഒരു ദേവതയുണ്ട്, രതിപ്രിയ എന്നുള്ള നാമത്തില് ധാരാളം സമ്പത്ത് കൊടുക്കുന്ന ദേവതയാണിത്. കുബേരന്റെ ഭാര്യയാണ് രതിപ്രിയ. അപ്പൊ കുബേരൻ യക്ഷന്മാരുടെ തലവനാണ്. ഈ രതിപ്രിയ മന്ത്രം വളരെ ചെറുതാണ്. ഇത് രാത്രി സമയത്ത് ആൽവൃക്ഷത്തിന് മുകളിലിരുന്ന് ജപിക്കണമെന്ന് പറയാറുണ്ട്. ഈ ദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സമ്പത്ത് തരുമെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോ എന്താ പറയാ, ആ ഒരു പുരസ്ചരണം ഒക്കെ ചെയ്യണം. ആ മന്ത്രം പ്രത്യക്ഷമായിട്ട് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് അങ്ങനെ ജപിക്കുക എന്നുള്ളത് ഗുരുമുഖത്തു നിന്ന് തന്നെ കിട്ടണം. അപ്പോ അങ്ങനെ ആ ഒരു രതിപ്രിയ, അപ്പോ ഒരു രതി എന്ന് പറയുന്ന ദേവതയില് എന്താ പറയാ, അനുഗ്രഹമുള്ളവൾ അല്ലേ. അടുത്തത് രക്ഷാകരി, രക്ഷയെ ചെയ്യുന്നവൾ. കരി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൾ, ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് രക്ഷാകരി അല്ലേ. നമുക്കാരാണ് രക്ഷ? കുഞ്ഞുങ്ങൾക്ക് ആരാ രക്ഷ? സ്വന്തം മാതാവാണ് രക്ഷ അല്ലേ. എന്ത് വിഷമം വരുമ്പോഴും ആ കുട്ടികൾ ആദ്യം ഓടിപ്പോകുന്ന എവിടെയാ? അമ്മയുടെ അടുത്തേക്കാ. അപ്പൊ രക്ഷിക്കുന്നവൾ, ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ എന്ന് വിശേഷാർത്ഥം എടുക്കണം. രക്ഷ എന്ന പദത്തിന് ഭസ്മം എന്ന അർത്ഥമുണ്ട്. ഈ പക്ഷത്തില് ഭസ്മീകരിക്കുന്നവൾ എന്ന അർത്ഥം, അതായത് ഭക്തരുടെ പാപങ്ങളെ ദൗർഭാഗ്യങ്ങളെ എല്ലാം തന്നെ ഭസ്മീകരിക്കുന്നവളെന്നും പ്രപഞ്ചത്തിന്റെ സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതെന്നും നമുക്ക് അർത്ഥം എടുക്കാം. അപ്പോ ആ ഒരു ആരാണോ രക്ഷിക്കാൻ കഴിവുള്ളവൾ, രക്ഷിക്കാനുള്ള മനസ്സുള്ളവൾ അല്ലെ, രക്ഷിക്കുന്നവൾ, അതാണ് രക്ഷാകരി. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു വിശദീകരണം നോക്കാം. ചില പ്രത്യേക ഹോമങ്ങളിൽ 2 തരത്തിലുള്ള ഔഷധ ചെടികളാണ് ഹോമിക്കുന്നത്. അത് അഗ്നി നാളങ്ങളിൽ പതിച്ച് വെണ്ണീറായി അതിനെ എടുത്ത് ശുദ്ധമായ പെട്ടിയിൽ വെച്ചത് രക്ഷയായിട്ട് ധരിക്കുന്നുണ്ട്. ഇപ്പൊ രക്ഷാകരി, രക്ഷിക്കുന്നവൾ, ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ എന്ന വിശേഷാർത്ഥത്തിൽ രക്ഷ എന്ന പദത്തിന് ഭസ്മം എന്ന അർത്ഥമുണ്ട് നമ്മൾ കണ്ടു. ഈ പക്ഷത്തില് ഭസ്മീകരിക്കുന്നവൾ, ഭക്തരുടെ പാപങ്ങളെ ദൗർഭാഗ്യങ്ങളെ ഭസ്മീകരിക്കുന്നവൾ, പ്രപഞ്ചത്തിന്റെ സ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവൾ എന്ന് നമുക്ക് എടുക്കണം. അപ്പോ രക്ഷയെ ചെയ്യുന്നവൾ, കരി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നവൾ അല്ലെ, ദുരിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവൾ. അപ്പൊ ആരാണോ രക്ഷിക്കാൻ കഴിവുള്ളവൾ, രക്ഷിക്കുന്നവൾ രക്ഷാകരി. ഈ പ്രപഞ്ചത്തിൽ തന്നെ സംരക്ഷിക്കുന്നവൾ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു പേര്. ഇനി വേറൊരു വിശദീകരണം നോക്കുകയാണെങ്കിൽ ചില പ്രത്യേക ഹോമങ്ങൾ 2 തരത്തിലുള്ള ഔഷധ ചെടികളാണ് ഹോമിക്കുന്നത്. ഒന്ന് അഗ്നിനാളങ്ങളിൽ പതിച്ച് വെണ്ണീറായി അതിനെ എടുത്ത് ശുദ്ധമായ പെട്ടിയിൽ വെച്ചത് ആത്മരക്ഷയായിട്ട് ധരിക്കും. ഇനി നമ്മള് ഭൂതപ്രേത പിശാചുക്കൾ, അതായത് ഈവിൾ സ്പിരിറ്റ്സിന്റെ ദോഷങ്ങൾ ഒക്കെ നിന്ന് രക്ഷ നേടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഭസ്മം അത് രക്ഷയായിട്ട് ധരിക്കുന്ന ആളിനെ രക്ഷിക്കുന്നത് കൊണ്ട് രക്ഷാകരി. ഇനി രണ്ടാമതായിട്ട് ഭസ്മം എന്നത് നമ്മൾ മരിച്ചുപോയവരുടെ അവശിഷ്ടമായിട്ട് കരുതുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ചിന്തിച്ച ദേവി തന്നെയാണ് സംഹാരകാരിണി എന്നും നമുക്ക് എടുക്കാം. ബ്രഹ്മത്തിന്റെ 3 കർമ്മങ്ങളിൽ 2 ഇവിടെ പറയപ്പെട്ടത്. 535, 536 നാമങ്ങളിൽ ദേവി അഗ്നിയിലെ ആഹൂതികളായി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിവരിക്കുന്നുണ്ട്. അപ്പൊ ദേവി അടുത്ത നാമം രാക്ഷസഖിനി, രാക്ഷസന്മാരെ വധിക്കുന്നവൾ, ഹനിക്കുന്നവൾ, കൊല്ലുന്നവൾ. രാക്ഷസന്മാരെ ഹനിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ എന്താ? രാക്ഷസന്മാര് അല്ലെ, നമ്മുടെ തമോ ഗുണത്തെ ആശ്രയിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ രാക്ഷസൻ എന്ന് പറയുന്നത്. രാക്ഷസന്മാര്, തമോ ഗുണത്തെ ഇല്ലാതാക്കുന്നവൾ.
ഖ്നി എന്ന് പറഞ്ഞാൽ ഹനിക്കുന്നവൾ, നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോ രാക്ഷസന്മാരെ നശിപ്പിക്കുന്നവൾ. അപ്പൊ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ആ ഒരു യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമഹിം. എപ്പോഴൊക്കെയാണോ അധർമ്മം പെരുകുന്നുവോ അപ്പോൾ ഞാൻ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായിട്ട് അവതരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇത് തന്നെ ദേവി മഹാത്മ്യത്തില് ദേവന്മാരോട് പറയുന്നുണ്ട്. അസുരൻ എന്നാൽ ദുഷ്ടത എന്നാണ് അർത്ഥം. ഏറ്റവും കൂടുതൽ അധർമ്മം പെരുകുന്ന സമയത്ത് അത് കലിയുഗത്തിലാണെന്ന് പറയണു. അപ്പോഴാണ് മഹാപ്രളയം സംഭവിച്ച് വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്നത്. ഇപ്പോ രക്ഷാകരിയായിരിക്കുന്ന ദേവി രാക്ഷസന്മാരെ ഹനിച്ച് നമ്മളെ രക്ഷിക്കണു. അങ്ങനെയുള്ള ദേവി രാമ. അപ്പൊ രാമ എന്ന് പറഞ്ഞ സ്ത്രീരൂപമായവൾ. എല്ലാ സ്ത്രീകളും ദേവിയുടെ അംശഭൂതര് തന്നെയാണ് അല്ലെ. പുരാണങ്ങളിലും ദേവി മഹാത്മ്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. വിദ്യാ സമസ്ത സ്തവ ദേവി ഭേദ സ്ത്രീയാ സമസ്ത സകല ജഗൽസു തൈകയാ പൂരിതം അമ്പയേ തത് കാതേ സ്തുതി സ്തഭ്യ പരാപരോക്തി എന്ന് ദേവി മഹാത്മ്യം ഏകാദശ അധ്യായത്തില് നാരായണീ സ്തുതിയിൽ പറയുന്നുണ്ട്. സ്ത്രീലിംഗം ഇല്ലേ, സ്ത്രീലിംഗം പുല്ലിംഗം അങ്ങനെ എന്താ പറയാ, ഒന്നും പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. സ്ത്രീലിംഗം അഖിലം ഗൗരി എന്ന് ലിംഗപുരാണം പറയുന്നുണ്ട്. കാരണം ഇതിന് ദേവി എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടു നാമരൂപങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു ശക്തിയാണ് ഇല്ലേ. അപ്പോ ശങ്കര പുരുഷ സർവേ സ്ത്രീയ സർവ മഹേശ്വരി പുല്ലിംഗ ശബ്ദവാച്യ ഏതേ രുദ്ര പ്രകീർത്തിത സ്ത്രീലിംഗ ശബ്ദവാച്യ യാ സർവ ഗൗര്യ വിഭൂതയ ഏവം സ്ത്രീ പുരുഷ പ്രോക്ത സ്തവയോരവ വിഭൂതയ. എല്ലാ പുരുഷന്മാരും പുല്ലിംഗം കൊണ്ട് കുറിക്കുന്ന എല്ലാ വസ്തുക്കളും രുദ്രനാണെന്നും സ്ത്രീ ശബ്ദം കൊണ്ട് കുറിക്കുന്നതെല്ലാം ഗൗരിയുടെ വിഭൂതികളാണെന്നും സ്ഥാപിക്കുന്നുണ്ട്. ഇത് മറ്റനേകം പുരാണങ്ങളിൽ ഈ വാദം കാണാം. ഇപ്പൊ രാമ എന്ന പദത്തിന് രമിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. യോഗിമാരെ ചിദാനന്ദത്തിൽ രമിപ്പിക്കുന്നവൾ എന്ന് വ്യാഖ്യാനം പറയണം. രാമ ലക്ഷ്മി പര്യായമായതുകൊണ്ട് ലക്ഷ്മി രൂപിണി സുന്ദരി എന്നുള്ള പദത്തിന് അർത്ഥമുള്ളതുകൊണ്ട് മഹാലാവണ്യ ശേവതി ഇല്ലേ, നദി എന്നുള്ള അർത്ഥമുള്ളതുകൊണ്ട് പുണ്യ തീർത്ഥരൂപം ധരിച്ചവൾ എന്ന് നമുക്ക് വ്യാഖ്യാനങ്ങൾ പലതെടുക്കാം. എല്ലാ സ്ത്രീകളുടെയും പ്രതിരൂപമാണ് ദേവീ സ്വരൂപം അല്ലെ. അപ്പോ ആ ഒരു ലിംഗപുരാണം പറയുന്ന പോലെ എല്ലാ പുരുഷന്മാരും ശിവനും എല്ലാ സ്ത്രീകളും ശക്തികളും തന്നെയാണ്. സ്ത്രീകൾ സദാ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എപ്പോഴാണോ സ്ത്രീകളെ അവമാനിക്കുന്നത് ആ കുലം തന്നെ നശിച്ചു പോകും. രം എന്നാല് സന്തോഷം എന്നാണ്. അപ്പൊ അഗ്നിബീജാണ് അല്ലെ. മറ്റുള്ള ബീജങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അഗ്നിബീജം എന്നത് വളരെ പൂർണ്ണതയുള്ള ഒരു ബീജമാണ്. ഈ ബീജം ഏതിനോട് ചേർത്താലും അതിന് ശക്തി വർദ്ധിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ ബീജങ്ങൾ അതിന്റെ ശരിയായ രീതിയിൽ മറ്റുള്ള ബീജങ്ങളുമായിട്ട് ചേർന്നാൽ അനുഗ്രഹ വർഷം ഉണ്ടാകുന്നു. യോഗികൾ അവരുടെ ആത്മനിർവൃതിയില് ലയിച്ചിരിക്കുമ്പോൾ ശിവനും ശക്തിയും സഹസ്രാരത്തില് ഒരുമിച്ച് ചേരുന്നു. ഈ ആനന്ദ സ്വരൂപം, അതായത് ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ദേവി രാമ എന്നറിയപ്പെടുന്നതെന്ന് പറയുന്നു. രമണ ലംബട ജീവജാലങ്ങളില് അവരുടെ ആ ഒരു കാന്തനിൽ താല്പര്യവും അടുപ്പവും നിലനിർത്തുന്നവൾ രമണ ലംബട. അപ്പോ രമണനിൽ ലംബടയായിരിക്കുന്നവൾ. മുൻ നാമത്തിന്റെ അർത്ഥം വെച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ രൂപത്തില് അവരവരുടെ ഭർത്താക്കന്മാരുമായിട്ട് രമിക്കുന്നതില് ലാലസയുള്ളവൾ. അപ്പൊ ആ ഒരു സ്ത്രീ സമാനവാചിയായിരിക്കുന്ന വ്യാഖ്യാനം നമ്മൾ എടുക്കണം. ഈ പക്ഷത്തില് ആ ഒരു രമണത്തിൽ ലംബട എന്ന് നമുക്ക് എടുക്കാം. അതായത് രതിക്രീഡയിൽ താല്പര്യമുള്ളവൾ. അപ്പൊ ദേവി തന്റെ പതിയായ ശിവനുമൊത്തുള്ള നിമിഷങ്ങളില്, അതായത് സഹസ്രാര മണ്ഡലത്തില് സന്തോഷവതിയായിട്ടിരിക്കുന്നു. ഷീ എൻജോയ്സ് ആ ഒരു മാരിറ്റൽ ബ്ലിസ്. ദേവി ശിവനോടൊപ്പം വിഹരിക്കുന്നതിൽ വലിയ താല്പര്യമാണ് അല്ലെ. ശരിക്കും പറഞ്ഞാല് ആ ഒരു നമുക്ക് ഒരു ഭർത്തൃമതിയായിരിക്കുന്ന സ്ത്രീ അവളുടെ ഭർത്താവിനോട് തന്നെ എപ്പോഴും അതിനെ പതിവ്രതത്വം എന്ന് പറയും അല്ലെ. ഭർത്താവിനോടുള്ള സ്നേഹം, സന്തോഷം അല്ലെ. അപ്പൊ ദേവി നമുക്ക് കാണിച്ചു തരുന്നത്, ഷീ മേക്സ് ദ വുമൺ ഡിവോട്ടഡ് ടു ദെയർ ഹസ്ബൻഡ്സ്. ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാന് അല്ലെ, അതിൽ സന്തോഷിക്കുന്നവളാണ് ദേവി. അതുകൊണ്ടാണ് സ്ത്രീയുടെ പ്രതിരൂപമായിട്ട് നമ്മൾ ദേവിയെ കാണുന്നത്. അടുത്തത് കാമ്യ, ആഗ്രഹിക്കാത്തവൾ. അതായത് ഭൗതിക കാര്യങ്ങൾ സാധിക്കാനും ആത്മീയ പുരോഗതി ഉണ്ടാവാനും ദേവീ രൂപത്തിലുള്ള ഉപാസനയാണ് എളുപ്പം എന്നർത്ഥം. അപ്പൊ കാമ്യ
എന്ന് പറഞ്ഞാല് ആ ഒരു കാമിക്കാത്തവൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ട്, അതായത് ജ്ഞാനം കൊണ്ടോ യോഗ സാധനകൾ കൊണ്ടോ പ്രാപിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ. ഇപ്പൊ മുമുക്ഷുക്കളാൽ കാമിക്കപ്പെടുന്നവൾ. കാമ്യ ശബ്ദം സൗന്ദര്യത്തെയും കമനീയതയും കുറിക്കുന്നത് കൊണ്ട് ദേവിയുടെ സൗന്ദര്യ ആധിക്യത്തെയും ഈ നാമം കുറിക്കുന്നുണ്ട്. ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്തും തരുന്നവൾ എന്നർത്ഥം എടുക്കണം. ഇപ്പൊ ലിബറേഷൻ അഥവാ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് ദേവിയെ ഉപാസിക്കുന്നത്, അല്ലെ? ഇപ്പൊ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. ഇപ്പൊ ദേവി ആ അറിവാണ്, അല്ലെ? അതുകൊണ്ടാണ് അമ്മയ്ക്ക് വിജ്ഞാനഘന രൂപിണി, ജ്ഞാനഗമ്യ, അല്ലെ? ഇനി നമ്മൾ കൃഷ്ണപക്ഷത്തെ 12ാമത് രാത്രിയെ കാമ്യ എന്ന് പറയാറുണ്ട്. അടുത്തത് കാമകലാരൂപ. ഏറ്റവും പ്രധാനപ്പെട്ട നാമത്തിൽ വന്നു നമ്മള് കാമകലാരൂപ, ഇല്ലെ? കാമകലാ സ്വരൂപം. ശരീരത്തില് സട്ടിലസ്റ്റ് ഫോം ഓഫ് കുണ്ടലിനി എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അതാണ് അമ്മയുടെ കാമകലാ സ്വരൂപം. കാമകലയായിട്ട് ആ രൂപത്തിൽ ഇരിക്കുന്നവൾ. കാമകലയെ പറ്റി നമ്മളിപ്പോ കൂടുതൽ അറിയാനുണ്ട്. കാരണം എന്താ? മൂലകൂടത്തരെ കളേബര എന്നുള്ള ആദ്യം തന്നെ നമ്മള് പഞ്ചദശി നാമത്തിന് 3 കൂടങ്ങൾ ഉണ്ടെന്നും മൂലകൂടത്രയ കളേബരയാണെന്നും പഞ്ചദശിക്ക് മാത്രമേ അങ്ങനെ 3 കൂടങ്ങളോട് കൂടിയ ശരീരം ഉള്ളൂ എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ആ ഒരു വ്യവഹാര ഭാഷയിലെ കാമകല എന്നുള്ളതിന് കാമശാസ്ത്രം എന്ന അർത്ഥമുണ്ട്. അപ്പൊ സ്ത്രീ പുരുഷന്മാരുടെ മൈഥുന രീതികളെ വിവരിക്കുന്ന ശാസ്ത്രം, അത് ദേവീ രൂപമാണെന്നാണ് വ്യാഖ്യാനം. അപ്പൊ കാമദേവന്റെ കലാരൂപമായിരിക്കുന്നവൾ എന്ന പക്ഷം. അപ്പൊ സ്ത്രീ എന്നും പുരുഷനെന്നും വിഭജിക്കുന്ന ഒരു പ്രത്യേകതയുള്ള ജീവികളുടെ പരമ്പര നിലനിർത്തുന്നത് ഈ 2 ലിംഗങ്ങളിലും പെടുന്ന ജീവികൾക്ക് പരസ്പരമുള്ള ആ ഒരു ആകർഷണം അതുകൊണ്ടാണ്, അല്ലെ? ആ ഒരു അഭ്യാകർഷണം, കാമകല എന്ന രൂപത്തോട് കൂടിയവൾ, അങ്ങനെ എടുക്കണം. തന്ത്രശാസ്ത്രത്തിൽ വരുവാണെങ്കിൽ, അതായത് നമ്മൾ ദേവീ സ്വരൂപത്തെ ശ്രീവിദ്യാ മന്ത്രത്തില് അതിന് വളരെ വളരെ കാമകല എന്നുള്ളതിന് അതിന് പ്രത്യേകമായിട്ടൊരു എന്താ പറയാ, ഒരു പ്രത്യേക മണിക്കൂറുകളോളം അത് പറഞ്ഞെങ്കിൽ മാത്രമേ ദേവിയുടെ കാമകലാ സ്വരൂപം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം അത് നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാനും പറ്റില്ല, അത് ഗുരുമുഖത്ത് നിന്ന് കേൾക്കേണ്ടതാണ്. അപ്പൊ കലാരൂപമായിട്ടുള്ള കാമബിന്ദു, അല്ലെ? ആത്മീയ മേഖലയുടെ ബിംബം, കലാബിന്ദു, ഭൗതിക ലോകത്തിന്റെ ബിംബം, രണ്ടിന്റെയും അടിസ്ഥാനം ദേവിയാണ്. അപ്പൊ നമ്മളെ കാമകലാ സ്വരൂപം എടുക്കുമ്പോ ദേവിയുടെ കാമകലാ സ്വരൂപമായിട്ടിരിക്കുന്നവർ ദേവിയാണ്. അപ്പൊ ഇത് ദേവിയുടെ സൂക്ഷ്മതരമായിരിക്കണം, അതായത് ദ സട്ട്ലർ ഫോം എന്ന് നമ്മൾ നേരത്തെ കണ്ടില്ല, അതാണ്. ഇത് പതിയായിരിക്കുന്ന ശിവന് മാത്രമേ അറിയാവൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സൂക്ഷ്മതരമായിരിക്കുന്ന രൂപം, അതായത് സട്ടിലസ്റ്റ് ഫോം എന്നത് സഹസ്രാര പത്മത്തിലാണ് അരങ്ങേറുന്നത്. ഇപ്പൊ ശിവനുമായിട്ട് സംയോജിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ കുണ്ടലിനി താഴത്തെ ചക്രങ്ങളില് സൂക്ഷ്മതരമാകുന്നില്ല. അത് സൂക്ഷ്മതരമാകുന്നത് എവിടെയാണ്? ഈ ഷഡാധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ്. അവിടെയാണ് നമ്മുടെ കൈലാസം, അല്ലെ? ശിവൻ ഇരിക്കുന്ന സ്ഥലം. അപ്പൊ കാമം എന്നുള്ളത് എന്താണ്? ആഗ്രഹമാണ്. ഏത് വസ്തുവിനെയാണോ ആഗ്രഹിക്കുന്നത് അതിനെ ലഭിക്കാനുള്ള ആഗ്രഹം. ഇവിടെ ശിവനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വസ്തു. കാരണം എന്താ? ശിവനാണ് അവിടുത്തെ സുപ്രീം റിയാലിറ്റി, അതായത് പരമാത്മ തത്വം, പരമാത്മാവ്. എല്ലാവരും, ഓരോ ജീവാത്മാക്കളും കാക്ഷിക്കുന്നത് എന്താണ്? ശിവപദമാണ്, അല്ലെ? അപ്പൊ ശിവനെയാണ് നമ്മൾ സുപ്രീം റൂളർ, രാജരാജേശ്വരൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹം കാമേശ്വരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കാമേശ്വരൻ എന്ന് സംബോധന ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാല് ആ ഒരു ഒബ്ജക്റ്റ് ഓഫ് ഡിസയർ, കാമം മാത്രമല്ല, ആ ഒരു സുപ്രീം റൂളർ എന്നുള്ള അർത്ഥം കൂടെ എടുക്കണം, ഈശ്വരൻ. ഇങ്ങനെയാണ് ശിവൻ കാമ പ്ലസ് ഈശ്വരൻ കാമേശ്വരൻ ആകുന്നത്. അപ്പൊ കല എന്നത് ശിവന്റെ വിമർശ സ്വരൂപമാണ്. അതാണ് നമ്മള് മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. അപ്പൊ ശിവൻ മാത്രമാണ് സ്വയം പ്രകാശിക്കുന്ന ആ ഒരു സെൽഫ് ഇലൂമിനേറ്റിംഗ് ശക്തി. അപ്പൊ ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവനും ശിവന്റെ പ്രകാശത്താൽ പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ശിവശക്തികളുടെ സംയോഗ രൂപമാണ് കാമകല എന്നറിയപ്പെടുന്നത്. അപ്പൊ കാമകലയിൽ 3 ബിന്ദുക്കളാണുള്ളത്. ഈ 3 ബിന്ദുക്കളാണ് ഒരു ത്രികോണമായിട്ട് തീരുന്നത്. ഈ ത്രികോണത്തിന്റെ താഴെ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, അതായത് താഴോട്ട് അധോമുഖമായിരിക്കുന്ന ഒരു ത്രികോണമുണ്ട്. അതിനെയാണ് നമ്മൾ അധോമുഖം അല്ലെങ്കിൽ ഹാർദകല എന്ന് പറയുന്നത്. ഇവിടെയാണ് പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളും വിന്യസിച്ചിരിക്കുന്നത്. ഈ താഴത്തെ ഇൻവേർട്ടഡ് ട്രയാങ്കിളിൽ നിന്നാണ് എല്ലാ ത്രിപുടികളും, അതായത് 3 എന്ന് വരുന്ന എല്ലാറ്റിന്റെയും പ്രഭവ സ്ഥാനം.
ഇവിടെ നിന്നാണ് പ്രപഞ്ച നിർമ്മാണത്തിന്റെ ആരംഭം. മുകളിലത്തെ 2 ബിന്ദുക്കളാണ് ദേവിയുടെ സ്തനങ്ങളായിട്ട് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സ്തന്യം കൊടുത്ത് പരിപാലിക്കുന്നു ദേവി. ഇതിന് മുകളിലുള്ള ഏക ബിന്ദുവിനെയാണ് നമ്മൾ 3-ാം കണ്ണ് അഥവാ അഗ്നിനേത്രം എന്ന് പറയുന്നത്. ഇപ്പൊ കാമം എന്നാല് സൃഷ്ടിക്കാനുള്ള ആഗ്രഹം, കല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വസ്തുവിന്റെ ഒരു ഭാഗം എന്ന് പറയാം. അപ്പൊ ഇവിടെ പ്രധാന വസ്തു എന്ന് ഉദ്ദേശിച്ച് ശിവനെ തന്നെയാണ് ഇല്ലേ. ഈ കാമവും കലയും സംയോജിക്കുമ്പോൾ കാമേശ്വരനും കാമേശ്വരിയുമായിട്ട് ആയിത്തീരുക. അപ്പൊ ശിവനും ശക്തിയും ഒരുമിക്കുന്നത് അവരുടെ കാമരൂപത്തിലാണ്. കാമ പ്ലസ് ഈശ്വരി അല്ലെ, കാമ പ്ലസ് ഈശ്വരൻ, ഇതാണ് സൃഷ്ടിയിലെ അവരുടെ ഏറ്റവും ഉയർന്ന ഭാവതലം. ഇവിടെ ദേവി മഹാത്രിപുര സുന്ദരിയായി കാമകലാരൂപത്തില് അറിയപ്പെടുന്നു. അപ്പൊ ദേവി തന്നെയാണ് ബിന്ദുത്രയ സമഷ്ടി രൂപ ദിവ്യക്ഷര സ്വരൂപിണി എന്നറിയപ്പെടുന്നത്. മഹാ എന്ന് പറഞ്ഞാൽ സുപ്രീം എന്നർത്ഥം, ത്രിപുര എന്നർത്ഥം. അതായത് ഈ 3 പുരങ്ങള് ഇത് മുഴുവനും സൃഷ്ടിക്ക് ബാധകമാണ്. എല്ലാ പ്രപഞ്ച വസ്തുക്കളും ഇത് ബാധകമാണ്. ഇനി ത്രിപുര എന്നുള്ള നാമത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ചിന്തിച്ചാൽ 3 കർമ്മങ്ങള്, സൃഷ്ടി സ്ഥിതി സംഹാരം. സുന്ദരി എന്ന് പറഞ്ഞാലോ ഏറ്റവും സൗന്ദര്യമുള്ളതെന്ന് അർത്ഥം. അതായത് സുപ്രീം മദർ, ജഗദംബിക, പരദേവത. അപ്പൊ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന സാക്ഷാൽ ജഗദംബിക, പരാശക്തി അല്ലെ. അപ്പൊ ദേവിയുടെ 3 കർമ്മങ്ങളും സൂക്ഷ്മമായിട്ട് കാമകലയിൽ പറഞ്ഞിരിക്കുക. അപ്പൊ കാമകലയിലെ 3 ബിന്ദുക്കൾ എന്ന് പറയുന്നത് വളരെ അധികം ശക്തമാണ്. അത് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയാണ് കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തില് താഴത്തെ എന്താ പറയാ അഗ്നിമണ്ഡലം, നടുക്ക് സൂര്യമണ്ഡലം, ആ ഒരു ആജ്ഞാചക്രത്തിന് മേളില് ചന്ദ്രമണ്ഡലം അല്ലെ. അപ്പൊ ബിന്ദു എന്നാല് ഏറ്റവും ഉയർന്ന പ്രകാശം, ദ ഹയസ്റ്റ് ലൈറ്റ്. ഏറ്റവും ഉയർന്ന എന്താ പറയാ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നായിരിക്കണം എല്ലാ പ്രകാശങ്ങളും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ സെൽഫ് ഇലൂമിനേറ്റിംഗ്, സെൽഫ് എന്ന് പറയുന്നത് സ്വയം പ്രകാശമുള്ളതാണ്. അതിന് വേറെ പ്രകാശത്തിന്റെ ആവശ്യമില്ല അല്ലെ. അഥവാ സ്വയം പ്രകാശമായിരിക്കുന്ന ആ തത്വം ഏതാണെന്ന് ചോദിച്ചാൽ ശിവതത്വം. അതുകൊണ്ടാണ് ശിവൻ പ്രകാശ സ്വരൂപനാണെന്ന് പറയാൻ കാരണം. ശക്തിയാണ് ഈ പ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രതിബിംബിപ്പിക്കുന്നത്. അതുകൊണ്ട് ശക്തിയെ വിമർശ സ്വരൂപിണി എന്ന് പറയുന്നു. വിമർശം എന്നാല് നോളജ് വിത്ത് റീസണിങ് എന്ന് നമുക്ക് പറയണം. അപ്പൊ ശിവന്റെ പ്രകാശം ശക്തി ഇല്ലാതെ പ്രതിബിംബിക്കില്ല അല്ലെ. അങ്ങനെ ഈ 3 ബിന്ദുക്കളും ശക്തിയുടെ തന്നെ 3 രൂപങ്ങളാണ്. ഇതിനെ നമ്മള് എന്താ പറയുക ഈശ്വര ശക്തികളായിട്ട് വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന് ശ്രീചക്രത്തിൽ പറയാറുണ്ട്. ഈ 3 ശക്തികളും ദേവിയുടെ 3 പ്രധാന കർമ്മങ്ങളായിരിക്കുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളാണ് ചെയ്യുന്നത്. ഇതാണ് മുകളിലുള്ള ത്രികോണം സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഇവിടെ പ്രത്യേക ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇവിടെ 3 ബിന്ദുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെ. ഒരു ത്രികോണം ഉണ്ടായിരുന്നില്ല. 905-ാമത്തെ നാമത്തില് ബിന്ദുവിനെ നമ്മൾ എന്താ പറയാ ആ ഒരു വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ത്രികോണം എന്ന് പറയാൻ കാരണം ഈ 3 ബിന്ദുക്കളും നേർരേഖകൾ കൊണ്ട് യോജിപ്പിച്ചാല് അതൊരു ത്രികോണമാകും. അപ്പൊ ഈ മുകളിലത്തെ ത്രികോണം താഴത്തെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ അഥവാ ഹാർദകലയുമായിട്ട് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. ഓരോ വരകളും പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളായിട്ട് തീരുക. ഈ ലോവർ ട്രയാങ്കിൾ അതായത് പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളിൽ നിന്നുണ്ടായതാണ്. അപ്പൊ അതിൽ നിന്നാണ് ബാക്കി എല്ലാ മന്ത്രങ്ങളും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിക്കോണം. കാരണം അതിലൂടെയാണ് ഈ പ്രപഞ്ചം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് താഴത്തെ ത്രികോണത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഓർഗൻ ഓഫ് ക്രിയേഷൻ ഫ്രം വിച്ച് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ്. എന്തിൽ നിന്നാണോ ആ ഓർഗൻ ഇല്ലേ, നമ്മൾ യോനിയിലൂടെയാണ് എല്ലാം പുറത്തു വരുന്നത്, പൂർണ്ണമായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിളിനെ നമ്മൾ യോനിമുദ്ര കൊണ്ടാണ് ദേവിയെ തൊഴുന്നത് ഇല്ലേ. അപ്പൊ ആ ഒരു ഓർഗൻ ഓഫ് ക്രിയേഷൻ അവിടെ സൃഷ്ടി ഉണ്ടാവുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന അവിടെയാണ്. ആ മുകളിലത്തെ ത്രികോണത്തിലെ താഴത്തെ 2 ബിന്ദുക്കള് പരിപാലനം, പരിപോഷണമായിട്ടും ഏറ്റവും മുകളിലത്തെ ബിന്ദുവിനെ സംഹാരവുമായിട്ട് നമ്മൾ കരുതണം. അപ്പൊ ഈ 3 ബിന്ദുക്കൾ എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. അപ്പൊ ഇതിൽ സൂര്യൻ ഇല്ലെങ്കിൽ പ്രാണശക്തിയും പ്രപഞ്ചവും ഇല്ല. ആ ചന്ദ്രൻ ഇല്ലെങ്കിലോ ആ ഒരു സ്ഥിതി പരിപാലനം ഇല്ല. സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് അഗ്നി എന്നത് സംഹാര തത്വത്തെ കാണിക്കുകയാണ്. ഇതിനെ പഞ്ചദശി മന്ത്രത്തിന്റെ 3 കൂടങ്ങളായിരിക്കണം. അഗ്നികൂടം, സൂര്യകൂടം, ചന്ദ്രകൂടം എന്നറിയപ്പെടുന്നു അല്ലെ. മൂലകൂടത്രയ കളേബരായ നമ. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് സൗന്ദര്യലഹരി 19-ാമത്തെ ശ്ലോകം പറയുന്നത്. അല്ലയോ ദേവി, ആരാണോ അവിടുത്തെ കാമകലാ സ്വരൂപത്തെ ധ്യാനിക്കുന്നത്
ആ ഒരു മുകളിലത്തെ ബിന്ദു അവിടുത്തെ മുഖമായിട്ടും താഴത്തെ 2 ബിന്ദുക്കളെ സ്തനങ്ങളായിട്ടും താഴത്തെ ആർദ്രകല അതായത് ലോവർ ട്രയാങ്കിൾ യോനിയായിട്ടും സങ്കല്പിക്കണം. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ദേവിയുടെ ആ ഒരു കാമകല സ്വരൂപം, ആ ഒരു ത്രികൂടം സ്വരൂപം ശരീരമായിട്ട് പരിണമിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ഇതിൽ കൂടുതലൊരു വിവരണം തരാൻ പാടില്ല. കാരണം അത് വളരെ ഗോപ്യമാണ്. അറിവുള്ളവന് മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു ശ്രീവിദ്യ ഗുരുവിന് മാത്രമാണ് ഇത്രയെങ്കിലും വിവരിക്കാൻ പറ്റുന്നത്. ഇനി അത്രയ്ക്ക് ദേവിയെ ഇഷ്ടപ്പെടുന്നവര് അല്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീപ്ലി അറ്റാച്ച്ഡ് ശ്രീമാത, നമ്മുടെ അമ്മയായിട്ട് തന്നെ അമ്മയെ കണ്ടാല് ആ വ്യക്തിക്ക് ദേവിയുടെ കാമകലാ സ്വരൂപം പറഞ്ഞു കൊടുക്കണം എന്നും പറയാറുണ്ട്. അത് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. കാരണം ഈ കാമകലാ സ്വരൂപത്തെ ഷോഡശി മന്ത്രത്തിൽ ചേർത്ത് ജപിച്ചാല് മന്ത്രസിദ്ധി വരും എന്നും പറയാറുണ്ട്. ഷോഡശി മന്ത്രം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന 16ാമത്തെ കലയാണ് ഇല്ലേ. അപ്പോ എന്താ ആ ഒരു ദേവിയെ നമ്മളെ കാമകലാ സ്വരൂപിണിയായിട്ട് അല്ലേ. അപ്പൊ നമ്മള് എന്താ പറയാ കാമകലാ രൂപ. അപ്പൊ ഇപ്പൊ ഈ ഒരു എന്താ പറയാ എല്ലാത്തിന്റെയും അതായത് ആ ഒരു ആത്മീയ ഭൗതിക എല്ലാത്തിന്റെയും അടിസ്ഥാനം അമ്മ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും അതിനെ വിശദീകരിച്ച് പറഞ്ഞു. ഈ പ്രപഞ്ച രൂപിണിയായിട്ടിരിക്കുന്നവൾ. അപ്പൊ അടുത്ത നാമം കദംബ കുസുമപ്രിയ, കടമ്പിൻ പൂക്കളെ ഇഷ്ടപ്പെടുന്നവൾ. കദംബം എന്ന് പറഞ്ഞാൽ എന്താ, കടമ്പ് അല്ലേ. ആ ഒരു കടമ്പ് പുഷ്പം, കടമ്പിന്റെ പൂക്കള്. കാരണം നമ്മൾ ഒരുപാട് പുരാണങ്ങളില് കദംബവനവാസിനി, കദംബ കുസുമപ്രിയ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ആ ഒരു നിരവധി സ്തോത്രങ്ങളിൽ ദേവിക്ക് ആ ഒരു കദംബ വൃക്ഷങ്ങളുമായിട്ട് കടമ്പിൻ പൂക്കളുമായിട്ടുള്ള പ്രതിപത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം കദംബ പുഷ്പങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ദേവി കദംബവന മധ്യത്തിലാണ് വസിക്കുന്നത് അല്ലെ. കദംബവന വാസിനി ആ ഒരു 60ാമത്തെ നാമം പറയുന്നുണ്ട്. ഇതേ നാമം ലളിതാ ത്രിശതിയിലും വരുന്നുണ്ട്. ലളിതാ ത്രിശതിയാണ് 300 നാമങ്ങള് പഞ്ചദശി മന്ത്രത്തിന്റെ ഓരോ ബീജത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതിന്റെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ ദേവിയുടെ 300 നാമങ്ങൾ കിട്ടണം. ആദ്യത്തെ അക്ഷരം കാ വെച്ച് തുടങ്ങുന്നുണ്ട്, ഇൻറ്റു 20. അടുത്ത ബീജം ഈങ്കാരം, അതുകൊണ്ട് 20. അങ്ങനെ ശക്തിയേറിയ 300 നാമങ്ങളാണ് പഞ്ചദശി മന്ത്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. 5 തരത്തിലുള്ള ദേവവൃക്ഷങ്ങള് പവിത്ര വൃക്ഷങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അതില് കദംബ വൃക്ഷം അതിലൊന്നാണ് അല്ലെ. 5 വൃക്ഷങ്ങളും അന്ധകരണത്തിന്റെ 4 ഭാഗങ്ങള് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, 5ാമത്തത് ഹൃദയം. അവിടെയാണ് ജീവാത്മാവ് വസിക്കുന്നത് ഇല്ലേ. ചില ആധുനിക ശാസ്ത്രങ്ങൾ പറയുന്ന ആത്മാവിരിക്കുന്നത് ആജ്ഞാചക്രത്തിലെ ആ ഒരു ശരിക്കും പറഞ്ഞ പീനിയൽ ഗ്ലാൻഡിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ആ ഗ്ലാൻഡിനെ നമ്മൾ ശരിക്കും ആ ഗ്ലാൻഡ് ഓഫ് ഡിവിനിറ്റി എന്ന് പറയുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഈ പൂക്കളുടെ സുഗന്ധത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാല് ആ ഒരു സുഗന്ധം എന്ന് പറയുന്നത് മെന്റൽ മോഡിഫിക്കേഷൻസിനോടാണ്. കാരണം ശരിക്കും ഹൃദയ ഗുഹയില് സുധാ സിന്ദൂർ മധ്യേ സൂര്യ വിടപി വാടി പരിവൃത് ആ ശ്രീപുരത്തിൽ അമ്മ എവിടെയാണ് ഇരിക്കുന്നത്, ചിന്താമണി ഗൃഹേ അല്ലെ. ആ ഒരു കദംബവനവാസിനിയായിട്ട് ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം കഥചിന ചിദാനന്ദ ലഹരിയും. അപ്പൊ ആ ഒരു സുധാർ സിന്ദൂർ മധ്യ എവിടെയാണ് അമ്മ ഇരിക്കണമെന്ന് സൗന്ദര്യലഹരിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുര വിടപി വാടി പരിവൃതേ, കദംബ വൃക്ഷങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ട കദംബ വനത്തില് അല്ലെ, സുധാ സിന്ധുവിന്റെ മധ്യത്തില് മണിദ്വീപത്തില് ആ ഒരു മണിദ്വീപത്തില് ചിന്താമണി ഗൃഹത്തില് ശിവന്റെ ആ പലകയായിരിക്കുന്ന സദാശിവനാകുന്ന പലകയിലിരിക്കുന്ന അമ്മയെ കാണുന്നതിനപ്പുറം സന്തോഷം എന്താണുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കദംബം എന്ന് പറയുന്ന പുഷ്പത്തിനോട് ദേവിക്ക് അത്രയും താല്പര്യം. അത് നമ്മൾ എപ്പോഴും ബാഹ്യമായിരിക്കുന്ന പുഷ്പമായിട്ട് കാണരുത്. നമ്മുടെ ഹൃദയത്തെ നോക്കുമ്പോൾ ഹൃദയ പുഷ്പം അല്ലെ, ഹൃദയ താമര. അപ്പൊ അവിടെ ഇരിക്കുന്നവൾ അല്ലേ, അവിടത്തെ നമ്മുടെ മെന്റൽ മോഡിഫിക്കേഷൻസ് എന്താ, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് അമ്മയ്ക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് ആ സുഗന്ധ പുഷ്പങ്ങളെ അർപ്പിക്കുന്ന ആരാണോ അവരുടെ ഹൃദയത്തില് ആ ചിന്താമണി ഗൃഹത്തില് ചിന്തകളാകുന്ന മണികളാകുന്ന ഹൃദയം. ആ ചിന്തകളെല്ലാം ആരെ കുറിച്ചാ, സ്വന്തം അമ്മയെ കുറിച്ച് അല്ലേ, ഭഗവതിയെ കുറിച്ച്. ആത്മസ്വരൂപിണിയായിട്ട് ശ്രീവിദ്യാ സ്വരൂപിണിയായിട്ട് ആരാണോ അമ്മയെ പൂജിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടമുള്ളവൾ ഭക്ത മാനസ ഹംസികായൈ നമ. അപ്പൊ കദംബ കുസുമപ്രിയ
കല്യാണി. അപ്പൊ ആ ദേവി എങ്ങനെയാണ്? മംഗള സ്വരൂപമായിരിക്കണം. കല്യാണം എന്ന് പറഞ്ഞാൽ മംഗള സ്വരൂപത്തോട് കൂടിയവൾ കല്യാണി. അപ്പോ മംഗളരൂപിണി, മംഗള സ്വരൂപത്താൽ കല്യാണി എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട്. ആ ഒരു കല്യായ വാണി, കല്യാണി അല്ലെ? എന്താണ് ശബ്ദത്തിന്റെ അർത്ഥം? അപ്പൊ അതായത് ഒരു ശുഭാത്മകത്വം ഉണ്ടാക്കുന്നവൾ. മലയാചല വാസിനിയായ ദേവിക്ക് കല്യാണി എന്നാണ് പേര്. കല്യാണി എന്ന പദത്തിന് സുമംഗലി എന്ന അർത്ഥമുണ്ട്. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത ഗന്ധര ആയതുകൊണ്ട് ആ രീതിയിൽ നോക്കിയാലും അമ്മ കല്യാണിയാണ് ഇല്ലേ? അപ്പൊ മംഗളത്തിൽ ആ കല്യാണിയായിരിക്കുന്ന ദേവിയെ കണ്ടാലോ നമുക്കും മംഗളം ഉണ്ടാവും. മംഗള സ്വരൂപം. നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു സുമംഗലിയായ സ്ത്രീ മംഗള വസ്തുക്കൾ ധരിച്ചില്ലേ? മഞ്ചളും കുങ്കുമം ധരിച്ച് ആ സർവാഭരണ ഭൂഷിതയായിട്ട് സുമംഗലി കുങ്കുമം ഒക്കെ ഇട്ട് അല്ലെ? സൗന്ദര്യത്തോടു കൂടി എന്തുകൊണ്ടാ ഈ പറഞ്ഞ സുവാസിനികളായിരിക്കുന്ന ഭർത്തൃമതികളായിരിക്കുന്ന സ്ത്രീകളെല്ലാം അങ്ങനെയാണ്. ദേവിയെ കണ്ടിട്ടാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഇല്ലേ? അതുപോലെയാണ് അമ്മ മംഗള സ്വരൂപത്തോടു കൂടിയവൾ അല്ലെ? ആ എംബോഡിമെന്റ് ഓഫ് ഓസ്പീഷ്യസ്നെസ്. ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ആ ഒരു ഏറ്റവും മനോഹരമായിരിക്കുന്ന ആ ഒരു ഉയർന്ന തലത്തിലുള്ള വെർച്വസ്, ഗുഡ് എന്നൊക്കെ പറയാം അല്ലെ? ജനറസ്, നോബിൾ, ഇലസ്ട്രിയസ്, എന്ത് വേണമെങ്കിലും ആ നാമങ്ങൾ നമുക്ക് എടുക്കാം. ആ ഒരു ഋഗ്വേദം കല്യാണം എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്ന കല്യാണ എന്ന വാക്ക് എവിടെ ഉപയോഗിക്കുന്നു അതിനർത്ഥം എന്താ? എന്തെങ്കിലും വർത്തായിട്ടുള്ളത്, മൂല്യമുള്ളതെന്ന അർത്ഥം. ഇപ്പൊ ലളിത ത്രിശതിയിൽ ഇത് തന്നെ പറയുന്നുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാല് ഒരു പോസിറ്റീവ് എനർജി, ദ പവർ ഓഫ് ഓസ്പീഷ്യസ്നെസ് ഈസ് ദ ഫോം ഓഫ് പോസിറ്റീവ് എനർജി. നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയില്ലേ? നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമവും ദുഃഖവും ഒക്കെ തോന്നും. അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയാറുണ്ട്. പോസിറ്റീവ്, സന്തോഷമായിട്ട്, ആനന്ദമായിട്ട് അല്ലെ? സൗന്ദര്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും സന്തോഷമാണ് അല്ലെ? ആ ഒരു പവർഫുൾ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ദേവിയെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയാണ്. ലളിതാ ത്രിപുര സുന്ദരിയുടെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് എപ്പോഴും മനസ്സിന് ആനന്ദമാണ് ഇല്ലേ? സന്തോഷമാണ്. അതുകൊണ്ടാണ് ദേവിക്ക് കല്യാണി. ആ കല്യാണിയായിരിക്കുന്ന ആരാ? ജഗതീ കന്ത. പ്രപഞ്ചത്തിന്റെ വിത്തായിട്ടിരിക്കുന്നവൾ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം. അപ്പൊ കന്തം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് അല്ലെങ്കിൽ വിത്ത്. അപ്പൊ ജഗതീ കന്ത, ജഗത്തിന് വിത്തായിട്ടിരിക്കുന്നവൾ അല്ലെ? അപ്പൊ അമ്മ ആരാണ്? ഇപ്പൊ നമ്മൾ ഇത്രയും നാമങ്ങൾ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിലനിൽക്കുന്നു, എങ്ങോട്ട് തിരിച്ചു പോകുന്നു, എല്ലാം മനസ്സിലായിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ജഗത്തിന് കന്തമായവൾ. കന്തം എന്ന പദത്തിന് നമ്മൾ ശരിക്കും വേര്, കിഴങ്ങ് അല്ലെ? മേഘം, പൂരിപ്പിക്കുന്നത് തുടങ്ങി നാനാർത്ഥങ്ങൾ എടുക്കാം. ലോകത്തിന് കിഴങ്ങായവൾ. ഈ ഭൂകാണ്ഡമുള്ള ചെടികളുടെ തണ്ടും ഇലയും നശിച്ചു കഴിഞ്ഞ് വീണ്ടും കുഴങ്ങിൽ നിന്നുണ്ടാകുന്ന പോലെ പ്രപഞ്ചം കാലഗതിയിൽ നശിച്ചു കഴിഞ്ഞ് വീണ്ടും ദേവിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു സൂചന ഇതിൽ കൊടുക്കുന്നുണ്ട്. വേറെ എന്നർത്ഥം എടുത്താൽ ഈ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കാരണം, മേഘം എന്ന അർത്ഥത്തിന് ആ ഒരു ജഗത് ജീവനകാരമായിരിക്കുന്ന ജലധാര വർഷിച്ച് പ്രപഞ്ചത്തെ നിലനിർത്തുന്നവൾ ഇല്ലേ? പ്രളയവാരി പൊഴിച്ച് സംഹരിക്കുന്നവൾ. മഴ എന്ന് പറഞ്ഞാൽ എന്താ? സസ്യാദികളുടെ ഉത്പത്തിക്ക് കാരണമാണ് ഇല്ലേ? ജലമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ സൃഷ്ടികർത്തൃ എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരകാരിണിന്ന് വ്യംഗ്യം. ഇപ്പൊ പൂരിപ്പിക്കുന്നവൾ എന്ന അർത്ഥം എടുക്കുമ്പോൾ ആ ഒരു ജഗതാധാരമായിരിക്കുന്ന ചൈതന്യം എന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ ജഗതീ കന്ത എന്ന് പറഞ്ഞാൽ ജഗത്തിന് കാരണമായിട്ടിരിക്കുന്നവൾ. ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിന് കാരണമായിട്ടിരിക്കുന്നത്. ദേവി ബ്രഹ്മസ്വരൂപിണിയാണെന്നും ആ സ്വരൂപത്തെ പല പ്രാവശ്യം ഈ സഹസ്രനാമത്തിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആ മഹാശക്തിയായിരിക്കുന്ന ദേവി പ്രകാശ വിമർശ മഹാമായ സ്വരൂപിണിയായിട്ടാണ് ഈ കാണപ്പെടുന്ന ദൃശ്യ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ആ ദേവി ആരാണ്? കരുണാമൃത സാഗര. അപ്പോ അമ്മയുടെ പ്രധാനപ്പെട്ട ക്വാളിറ്റി പറയാണ് അവിടെ അല്ലെ? കരുണാരസത്തിന്റെ സാഗരമായിട്ടിരിക്കുന്നവൾ. ചെറിയ ഒരു മഴവെള്ളം വീണ് കിടക്കുന്ന ചെറിയ കുഴിയിലും വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് അല്ലെ? അമ്മ എന്താ പറയുന്നത്? സാഗരം. എല്ലാം ചെന്ന് ചേരുന്ന ഒരു കടല് അല്ലെ? സാഗരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുള്ള ആഴത്തിലുള്ള ആ ഒരു സാഗരത്തിന്റെ ആഴമളർന്നവരാരുമില്ല ഇല്ലേ? ഉപ്പുപാവ സമുദ്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ? സമുദ്രമായി തീരും. അതുപോലെ നമ്മുടെ ജീവനുകളാകുന്ന ഉപ്പുപാവകളെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ നാമരൂപങ്ങൾ സ്വീകരിച്ചിട്ട് എപ്പോഴാണോ അതിനെ ഉപേക്ഷിക്കുന്നത്
ആ സാഗരത്തില്, ഈ ദേവിയാകുന്ന സാഗരത്തില് ലയിച്ചു ചേരും നമ്മുടെ ഐഡന്റിറ്റി. അല്ലെ, ഞാൻ ചെയ്യുന്നു, ഞാനാണ്, ഞാൻ എന്നുള്ള ഭാവം എന്തായിട്ട് തീരും? ജഗതാകാര വൃത്തിയായിട്ട് തീരും. നമ്മള് ജഗത്തിന്റെ ആധാരമായിരിക്കുന്ന ദേവിയിൽ ലയിച്ചു ചേരും. അപ്പൊ ആ ഒരു കരുണാരസ സാഗര, കരുണാരസത്തിന് കടലായിട്ടിരിക്കുന്നവൾ. കടലെന്ന് പറയാതെ കരുണാരസത്തിന് കടലെന്ന് പറഞ്ഞതിനാൽ ആ ഒരു കാരുണ്യ അതിശയം സ്പഷ്ടമാണ്. കാരണം കരുണയുടെ സത്തിന് കടലായിരിക്കുന്നവൾ. അപ്പൊ കലർപ്പില്ലാത്ത കരുണയ്ക്ക് കടലായിട്ടുള്ളവൾ, തന്റെ തന്നെ സന്താനങ്ങളായിരിക്കുന്ന, തന്റെ മക്കളായിരിക്കുന്ന എല്ലാ ചരാചരങ്ങളെയും അമ്മയുടെ വാത്സല്യ കാരുണ്യങ്ങളോടുകൂടി സംരക്ഷിക്കുന്നവളാണ് ദേവി. അജ്ഞത കൊണ്ടോ അവിവേകം കൊണ്ടോ അപ്രാപ്തി കൊണ്ടോ ചെയ്യുന്ന എല്ലാ അകൃത്യങ്ങളെയും ധർമ്മലോപങ്ങളെയും പുറത്ത് ശാശ്വതമായിരിക്കുന്ന മുക്തിയിലേക്ക് ഉപാസകരെ നയിക്കുന്ന ദയാമൂർത്തി. അല്ലേ? അപ്പൊ അമ്മയുടെ ആ ഒരു, എന്താ പറയാ, എത്ര പറഞ്ഞാലും തീരാത്ത ആ കരുണ രസത്തെയാണ് പറയണത്. കരുണയാകുന്ന രസം നിറഞ്ഞ കടലാണ്, ദ ഓഷ്യൻ ഓഫ് കമ്പാഷൻ. കരുണ എന്ന് പറഞ്ഞാൽ കമ്പാഷൻ ആണ്, അല്ലെ? സാഗരം, കടല്. അപ്പൊ ദേവിയുടെ മാത്രമായിട്ടുള്ള ഒരു ഉയർന്ന ഗുണമാണിത്. എന്താണെന്ന് ചോദിച്ചാൽ കരുണ എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം എന്താണ്? അമ്മ പ്രസവിത്രിയാണ്, അല്ലെ? ജഗദംബികയാണ്, പ്രപഞ്ച മാതാവാണ്, യൂണിവേഴ്സൽ മദർ. ആ വിശ്വമാതൃത്വം കരുണയുടെ രൂപത്തിൽ വർഷിക്കുന്നവൾ. ഒരമ്മയ്ക്ക് മാത്രമേ ഫലപ്രതീക്ഷ കൂടാതെ തന്റെ മക്കൾക്കെല്ലാം കൊടുത്ത് സംരക്ഷിക്കാൻ സാധിക്കൂ. അമ്മ ഒരിക്കലും തനിക്കായിട്ടൊന്നും മാറ്റിവെക്കാറില്ല. നമ്മളൊരു ഫിസിക്കൽ മദർ, നമ്മുടെ സ്വന്തം അമ്മമാര് പോലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തന്റെ മക്കൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് അവർക്ക് കൊടുക്കും, അല്ലെ? മാറ്റിവെക്കും. അമ്മ കഴിക്കില്ല. ഇതാണ് ആ ഗുണം. അതെന്താ? ബേസ് എന്ന് പറയുന്നത് കരുണ, സ്നേഹമാണ്. അവരുടെ തെറ്റുകളെ തിരുത്തി തന്നോട് ചേർത്ത് നിർത്തിക്കാൻ സാധിക്കുന്നത് എന്ത് ഗുണം കൊണ്ടാ? ഈ കരുണ കൊണ്ടാണ്. അപ്പൊ ആ ത്രിശതിയിലും ദേവി കരുണാമൃത സാഗര എന്നറിയപ്പെടുന്നുണ്ട്. 9ാമത്തെ നാമം. ശങ്കര ഭഗവത്പാദർ ഈ നാമത്തിന് ഇങ്ങനെയാണ് അതിന് വിശദീകരണം തരുന്നത്. സാഗരങ്ങളിലെ ജലം നീരാവിയായിട്ടാണ് പ്രപഞ്ചത്തിൽ മഴയായിട്ട് വർഷിക്കുന്നത്. മഴയില്ലെങ്കിലോ പ്രാണനെ നിലനിർത്താൻ ജലം ലഭിക്കില്ല. ഓരോ തുള്ളി വെള്ളവും മേഘങ്ങളിൽ നിന്ന് വിട്ട് തങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഭൂമിയിൽ പതിക്കുകയാണ്. അതായത് ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ പതിക്കണു. ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെയാണ് അത് താഴേക്ക് വരുന്നത്. ഈ ജലത്തില് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തൻ്റെതായിട്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അതുപോലെയാണ് ദേവിയുടെ കരുണയും. എത്ര കൊടുത്താലും സാഗരം എന്താ? സദാ നിറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ? ഈ കരുണയാണ് നമ്മൾ ഏറ്റവും ഉയർന്നതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒന്നിനെയും വ്യത്യസ്തമായിട്ട് കരുതുന്നില്ല അമ്മ. ദേവിക്ക് എല്ലാവരും എല്ലാം അമ്മയ്ക്ക് സമമാണ് തന്റെ മുമ്പിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ ദേവിയെ പ്രപഞ്ച മാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മദർ എന്ന് പറഞ്ഞ് നമ്മൾ നമസ്കരിക്കുകയാണ്. ആ ദേവി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയുടെ പ്രധാന ഗുണത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത് വാഗ്ദേവികള്. ആ ദേവി കരുണാമൃത സാഗര കലാവതി. അമ്മയുടെ അടുത്ത നാമമാണ് കലാവതി. അതായത് കലാവതി, കലാലാഭ, കാന്ത, കാദംബരി പ്രിയ, വരദ, വാമനയന, വാരുണീമത വിഹ്വല. ഈ നാമങ്ങളെല്ലാം ചേർത്ത് വായിക്കേണ്ട നാമങ്ങളാണ്. കലാവതി എന്ന് പറഞ്ഞാല് എല്ലാ കലകളിലും നിറഞ്ഞിരിക്കുന്നവൾ. അപ്പൊ എല്ലാ കലകളും നമ്മൾ പ്രപഞ്ചത്തെ എടുക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ കലകള്, കാലത്തിന്റെ അളവുകള്, ജ്യോതിഷത്തിന്റെ കലകള്, ശരീരശാസ്ത്രത്തിലെ കലകള് ഇത്യാദി എല്ലാം എടുക്കണം, അല്ലെ? കലാവതി എന്നുള്ള നാമത്തിന്. അപ്പോ കലകളോട് കൂടിയവൾ. കല എന്ന പദത്തിന് നിരവധി അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നമ്മൾ ഗീത, നൃത്ത, വാദ്യങ്ങളായിരിക്കുന്ന 64 കലകളെ എടുക്കാം. കാരണം എല്ലാ കലകളും ദേവീ രൂപങ്ങളാണ്. അതുകൊണ്ട് കലാവതി, അല്ലെ? കല എന്ന് പറഞ്ഞാല് ഒരു കാലവിഭാഗമുണ്ട്. 30 കാഷ്ട കൂടിയ സമയം, അനന്തമായ കാലം ദേവീ രൂപമാണെന്ന് പറയുന്നു, അല്ലെ? കാളി കാലസ്വരൂപിണിയാണ്. ഇപ്പൊ കാലത്തിന്റെ വിഭാഗങ്ങളും ദേവീ രൂപം തന്നെയാണ്. കല എന്ന് പറയുന്ന കാലവിഭാഗം രൂപമായിട്ടിരിക്കുന്നവൾ എന്ന നാമത്തിന് അർത്ഥമെടുക്കാം. കലാ കാഷ്ടാദി രൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോ പരദൗ ശക്തേ നാരായണീ നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യം 11 അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രന്റെ 16-ൽ ഒരു ഭാഗമെങ്കിലും കലയാണ്, അല്ലെ? ഈ കലകളെ തിഥികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. തിഥി ദേവതമാരായിരിക്കുന്ന നിത്യകളെ കലാദേവതകളെന്ന് നമ്മൾ പറയാറുണ്ട്. കലകളോട് കൂടിയവൾ എന്നതിനെ നിത്യാദേവതമാരാൽ സേവിക്കപ്പെടുന്നവൾ എന്നും ആ ഒരു
പ്രതിപദാദികളിലെ ചന്ദ്ര കലകളോട് കൂടിയവൾ എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പൊ ശരീരത്തിലെ സപ്തധാതുക്കളായിരിക്കുന്ന ത്വക്ക്, അസ്ഥി, മേധസ്, മാംസം തുടങ്ങിയവയ്ക്ക് ആധാരമായിട്ട് ആ ഒരു മാംസ ധരാദികളായിരിക്കുന്ന കലകള് ശരീരശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അവയും ദേവീ സ്വരൂപങ്ങളാണ്, ആ കലകളോട് കൂടിയവളെന്നും വ്യാഖ്യാനം. ഇനി ജ്യോതിശാസ്ത്രപ്രകാരം രാശി ചക്രത്തിലെ ഒരു അംശത്തിന് കല എന്ന് പേരുണ്ട്. ആ കലയോട് കൂടിയവളെന്നും നമുക്ക് വ്യാഖ്യാനിക്കാം. ഇപ്പൊ കലയ്ക്ക് തേജസ് എന്ന അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിൽ തേജസ്വിനി എന്നുള്ള നാമം എടുക്കാം. കലാത്മിക, കലാനാഥ, കാമകല രൂപ എന്നീ നാമങ്ങളുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ദേവി തന്നെയാണ് 64 കലകളായിരിക്കുന്നത്. ദേവിയുടെ 64 കലകൾ ഉള്ളവളാണ്. നമ്മൾ 236 നാമത്തിൽ ഇത് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. കല എന്നാൽ ആർട്ട് എന്ന അർത്ഥം എടുത്താൽ തന്ത്രശാസ്ത്രത്തിൽ 64 തരത്തിലുള്ള കലകളാണുള്ളത്. ഇതിനെ ആ ഒരു സത്യമായിട്ട് ഉറപ്പിക്കാനോ നിരാകരിക്കാനോ അടിസ്ഥാനപരമായിട്ട് യാതൊന്നുമില്ല. കാരണം ആർട്സ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസ് ഓർ ആർട്സ് ഓർ ഡോക്ട്രിൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം തന്നെ സംഭാഷണ രീതിയിൽ അഥവാ ഡയലോഗിന്റെ രൂപത്തിൽ ശിവനും പത്നിയായിരിക്കുന്ന പാർവതിയും തമ്മിലുള്ളതാണ്. അപ്പൊ ഈ 64 കലകളും ഉത്ഭവിച്ചത് അഷ്ടമസിദ്ധികളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ 8 ശക്തികള് ഇല്ലേ, ശിവൻ തന്നെ പാർവതിയോട് ഈ 64 കലകളെ കുറിച്ച് പറയുന്നുണ്ട്. സൗന്ദര്യ ലഹരിയിൽ 31 ശ്ലോകം ചതുഷ്ഷ്ട്യ തന്ത്ര സകലം അർത്ഥം 64 തന്ത്രങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 64 തന്ത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് പഞ്ചദശി മന്ത്രത്തിൽ നിന്നാണ്. അത് തിരിച്ച് ലയിച്ചു ചേരുന്നതും പഞ്ചദശി മന്ത്രത്തിലാണ്. ഈ സൗന്ദര്യ ലഹരി ശ്ലോകത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതം തേ തന്ത്രം. കാരണം 32 ശ്ലോകം പഞ്ചദശി മന്ത്രത്തിന്റെ വിവരണമാണ് എന്നർത്ഥം. അപ്പൊ ദേവിയും ശ്രീവിദ്യ എന്ന് പറയുന്ന പഞ്ചദശി മന്ത്രവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ദേവി തന്നെയാണ് ഈ 64 കലകളുടെ രൂപത്തിലിരിക്കുന്നത്. ആ ഒരു താന്ത്രിക് ആർട്സ് എന്ന് പറയുന്നത്. ഈ താന്ത്രിക് ആർട്സ് എന്ന 64 കലകളും ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നത് ശിവഭഗവാനാണ്. അപ്പൊ ദേവിക്ക് കൊടുക്കുന്ന രീതിയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 236 നാമമായിരിക്കുന്ന ചതുഷ്ഷഷ്ടി കലാമയി എന്നുള്ള നാമവും ഈ 327 നാമമായിരിക്കുന്ന കലാവതിയും തമ്മിൽ ഒരു വ്യത്യാസമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആദ്യത്തേതിൽ ദേവി തന്നെ 64 കലകളായിട്ടിരിക്കുന്നുവെന്നും ഇതിൽ ദേവിക്ക് 64 കലകൾ സ്വന്തമായിട്ടുണ്ടെന്നും പറയുന്നു. അപ്പൊ വളരെ സട്ടിലായ വ്യത്യാസമാണിത്. ഒരു വ്യത്യാസം വരുന്നത് ആ ഒരു പൊസഷൻ എന്നുള്ളത്, മറ്റത് റിഫ്ലക്ഷൻ അല്ലെ, അല്ലെങ്കിൽ പ്രകാശം, സെൽഫ് ഇലൂമിനേറ്റിംഗ്, വിമർശം അഥവാ റിഫ്ലക്റ്റിംഗ് എന്നതിൽ മാത്രമാണ്. അപ്പോ കലാവതിയായിരിക്കുന്ന ദേവി അടുത്തത് എന്താണ്? കലാലാപ. അപ്പോ ആ ഒരു മധുരമായിരിക്കുന്ന കളമായിരിക്കുന്ന ആലാപത്തോടു കൂടിയവൾ, മധുരവും അസ്ഫുടവുമായിരിക്കുന്ന ശബ്ദം, കളം, കലാവിദ്യകൾ തന്നെ ആലാപമായിട്ടുള്ളവൾ എന്ന്, കലകൾ ആലാപനം ചെയ്യപ്പെടുന്നവൾ അതായത് സ്തുതിക്കപ്പെടുന്നവൾ എന്ന് നമുക്ക് വ്യാഖ്യാനം എടുക്കാം. സുന്ദരമായിട്ട് ആലാപനം ചെയ്യുന്നവൾ, യോഗികൾക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ദേവിയുടെ ആലാപം എന്ന അനുഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോ ദേവിയുടെ വാക്ക് തന്നെ ഒരു കലയാണ് എന്ന് ഈ നാമം പറയണു. അതായത് ലളിതാ ത്രിശതിയിലുള്ള 156 നാമവും കലാലാപ എന്ന് തന്നെയാണ്. കല എന്നാല് 64 കല എന്ന് നമ്മൾ കണ്ടു. കല എന്നാൽ അതിസുന്ദരമായ ശബ്ദം അല്ലെ, നമ്മൾ മെലോഡിയസ് വോയിസ് എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. ആലാപം എന്നാൽ സംഗീതാത്മകമായിരിക്കുന്ന വാക്കുകൾ. ഈ നാമം ദേവിയുടെ സംഗീതാത്മകമായിരിക്കുന്ന ശബ്ദത്തെയാണ് പറയണത്. സൗന്ദര്യ ലഹരിയിൽ 38 ശ്ലോകത്തിലെ 18 തരത്തിലുള്ള കലകളെ കുറിച്ച് പറയുന്നുണ്ട്. ആരുടെ വാക്കിൽ നിന്നാണോ ഇത് പുറത്തു വന്ന് പാകപ്പെട്ട് 18 കലകളായിട്ട് തീർന്നത്, ആ ശക്തിയെ കൊണ്ട്, ആ ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഈ 18 കലകള് പല രീതിയിലാണ് വിശദീകരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് പറയുന്നത് ഷോഡശി മന്ത്രത്തിന്റെ 16 അക്ഷരങ്ങളാണ്. ദേവി സ്വഗുരുവും ചേർന്ന് അതിന്റെ 18 തീരുന്നു. ഇതിനെയാണ് അഷ്ടദശ ഗുണിത വിദ്യ എന്ന് പറയുന്നതെന്ന്. ഇനി വേറൊരു വിശദീകരണം പറയുന്നു, 18 കലകള് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിശാസ്ത്രം, ഛന്ദസ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പൂർവ്വ ഉത്തരീയ മീമാംസ, ന്യായം, പുരാണം, ധർമ്മശാസ്ത്രം, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, നീതിശാസ്ത്രം. ഇപ്പൊ ദേവിയുടെ
മനോഹരമായിരിക്കുന്ന വാക്കുകളിൽ നിന്നാണ് ഈ 18 വിദ്യകളും ഉടലെടുത്തത്. ഈ വിദ്യകൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് തെറ്റും ശരിയും നല്ലതും ചീത്തയും ഒക്കെ തന്റെ മനസ്സിലൂടെ അറിയാൻ സാധിക്കും എന്ന് പറയുന്നു. ഇപ്പൊ കലാവതിയായിരിക്കുന്ന ദേവി കാന്ത, അതായത് മനോഹരിയായിട്ടുള്ളവൾ, കാന്തിയുള്ളവൾ, കമനീയ രൂപമുള്ളവൾ. ഈ പദത്തിന് സൗന്ദര്യമുള്ളവൾ എന്ന് തന്നെയാണ്, ഹൃദ്യയായവൾ എന്നല്ല, നമ്മൾ ഇതെല്ലാം ബന്ധപ്പെട്ട അർത്ഥങ്ങൾ തന്നെയാണ്. അതെല്ലാം ദേവീ പക്ഷത്തിൽ യോജിക്കുന്നുണ്ട്. ഭാര്യ എന്ന പദത്തിനും ഇങ്ങനെ ഒരു അർത്ഥം എടുക്കാം. കാമേശ്വരന് കാന്തയായിട്ടിരിക്കുന്നവൾ, ഈ അർത്ഥത്തില് കാമേശ പദം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കാമേശ്വരന്റെ ഭാര്യയായിട്ടിരിക്കുന്ന കാമേശ്വരി അല്ലെ. അതീവ സൗന്ദര്യവതിയാണ് ദേവി. ആ 324 നാമം കല്യാണി എന്നതിൽ ദേവിയുടെ മംഗളകരമായിരിക്കുന്ന വൈബ്രേഷൻസ് നമ്മൾ കണ്ടു. ഈ നാമം പറയണത് ദേവിയുടെ സൗന്ദര്യം അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിൽ, അതായത് ആ വൈബ്രേറ്റ് ചെയ്ത് 4 പാടും പ്രസരിക്കണു, ഒരു പ്രവാഹം പോലെ 4 പാടും ഒഴുകി പരക്കണു. ഇത് ദേവിയുടെ ഗ്രോസ് ഫോം ആണ്, അഥവാ സ്ഥൂല ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ദേവി ഈ നാമം, അതായത് ദേവിയുടെ ബ്രഹ്മസ്വരൂപത്തെ പറയുന്നുണ്ട്. കാ എന്നാൽ ബ്രഹ്മൻ, അന്ത എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തത്, അപ്പൊ അൾട്ടിമേറ്റ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് കാന്ത എന്നുള്ളതിന് പരബ്രഹ്മം, അതായത് അൾട്ടിമേറ്റ് എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. അപ്പൊ ആ ദേവി ആരാണ്? കാദംബരി പ്രിയ, കാദംബരിയെ ഇഷ്ടപ്പെടുന്നവൾ. കാദംബരി എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയിൽ, അതായത് കടമ്പിൻ പൂവിൽ നിന്ന് കിട്ടുന്ന തേൻ, ഇത് ത്രിദോഷങ്ങളെ നശിപ്പിച്ച് പ്രസന്നതയും മനസ്സിന്റെ സന്തുലനവും കൈവരുത്തുന്നതാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് അത് ഇഷ്ടമാണെന്ന് പറയണു അല്ലേ. അപ്പോ കാദംബരി എന്നൊരു മദ്യമുണ്ട്. ആ ഒരു മദ്യം, അതായത് കടമ്പപ്പൂ വാറ്റിയെടുത്ത് ഉള്ള മദ്യം, അത് ഇഷ്ടപ്പെടുന്നവൾ എന്നും നമുക്ക് അർത്ഥം എടുക്കാം. കാദംബരി എന്നത് സരസ്വതി ദേവിയുടെ ഒരു പര്യായമാണ്. ഈ പക്ഷത്തില് സരസ്വതി ദേവിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നും കലാവിദ്യകളെ തൽപര എന്നൊക്കെ അർത്ഥം എടുക്കാം. സരസ്വതിക്ക് പ്രിയപ്പെട്ടവൾ. ഇപ്പൊ കാദംബര എന്നത് ശരിക്കും പറഞ്ഞാല് അതിനെ നമ്മൾ ഒരു സ്പിരിച്വസ് ലിക്കർ എന്നാ പറയാറുള്ളത്. ഇപ്പൊ കദംബ പുഷ്പങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. കദംബ വൃക്ഷത്തിലെ ആ ഒരു പൊത്തുകളിൽ മഴയുടെ വെള്ളം നിറഞ്ഞ് പൂ വിരിഞ്ഞ് പക്വമാകുമ്പോൾ അതിൽ തേൻ നിറയുമ്പോൾ അതിനെ കാദംബരി എന്ന് പറയും. ഇത് വളരെയധികം ലഹരി പകരുന്ന ഒരു പാനീയമാണ്, അതായത് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് അല്ലെ. ഇപ്പൊ തന്ത്രശാസ്ത്രത്തിലെ പഞ്ചമകാരങ്ങളിലെ മദ്യമാണിത്. ഇപ്പൊ ശ്രീചക്ര നവാവരണ പൂജയില് വിശേഷാർഘ്യം ഉണ്ടാക്കി ദേവിക്ക് നിവേദിക്കാറുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ വിശേഷാർഘ്യം ഈ പഞ്ചമകാരങ്ങൾ ചേർന്നതാണ്. മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര, ഇതിനെയാണ് നമ്മൾ വാമാചാര ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പരിചയസമ്പന്നനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ പരിശീലിക്കാൻ പാടില്ല. ഈ മാർഗം സാധാരണ ദേവി ഉപാസനയ്ക്കുള്ളതല്ല, സ്വീകരിക്കാനും പാടില്ല. നമ്മൾ ദേവീ ഉപാസനയിൽ ദേവിക്ക് ഈ മദ്യം അഥവാ ഈ ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്സിൽ എത്തിക്കുന്ന ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് വളരെ ഇഷ്ടമാണെന്ന് കാണാറുണ്ട്. ദേവി മഹാത്മ്യത്തിൽ പറയണു, ഗർജ ഗർജ ക്ഷണം മൂട മധു യാവത് പിബാമ്യഹ എന്ന്. എന്താണ് ഇതിന്റെ സാമാന്യ അർത്ഥം എന്ന് ചോദിച്ചാല്, സാധാരണക്കാരന് മദ്യം ഒന്നേ ഉള്ളൂ, അതേ അറിയാവൂ. എന്നാൽ തന്ത്രശാസ്ത്രത്തില് തന്ത്ര ഉപാസനയില് വളരെ ഉയർന്ന ബോധതലത്തെയാണ് ആ ഉയർത്തുന്ന ഒരു മദ്യമുണ്ട്. ആ വിശേഷ ദ്രാവകം എന്ന് പറയുന്നതിനാണ് അംബ്രോസിയ. അത് ഉണ്ടാകുന്നത് ഒരാളുടെ കുണ്ടലിനി ശക്തി ഉയർന്ന് സഹസ്രാര പത്മത്തിൽ എത്തുമ്പോഴാണ്. ഇനി വേറൊരർത്ഥം, ദേവി ഭക്തരായിട്ടുള്ള ഉപാസകർ തങ്ങളുടെ നിഷ്കളങ്ക ഭക്തി കൊണ്ട്, കാരണം ദേവി ഭക്തിപ്രിയയും ഭക്തിവശ്യയുമാണ് അല്ലെ. ദേവി തന്നെ അതിന്റെ ആനന്ദത്തിൽ ആറാടി മതിമറന്ന് സന്തോഷിക്കുന്നു. തന്റെ ഭക്തരുടെ നിഷ്കളങ്ക ഭക്തിയാണ് ദേവിയുടെ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക് എന്ന് പറയാം. ഈ സഹസ്ര നാമത്തിലെ പല സ്ഥലത്തും ലഹരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് സാധാരണക്കാരന്റെ ബോധതല വ്യതിയാനമാണ്, അത് തന്ത്ര രഹസ്യമാണ്. പീത്വ പീത്വ പുനഃപീത്വ യാവത് പദ്ധതി ഭൂതലേ അല്ലേ എന്ന് നമ്മള് തന്ത്രശാസ്ത്രം പറയാറുണ്ട്. ഉത്ഥാവത് പുനഃപീത്വ പുനർജന്മം ന വിന്ദതി. കാരണം നമ്മൾ എത്ര കുടിച്ചാലും, ഈ പീത്വ എന്ന് പറയുന്നത് കുണ്ടലിനി ഉണർന്ന് സഹസ്രാരത്തിൽ ചെന്ന് ശിവനുമായിട്ടുള്ള സമ്മേളനം കഴിഞ്ഞ് വീണ്ടും പതിച്ചു പോകുന്നു. കുണ്ടലിനി താഴെ ആ ഒരു എന്താ പറയാ, ആ ഒരു മൂലാധാര ചക്രത്തിൽ വീണു പോണു, വീണ്ടും കുടിക്കുന്നു. ആ ഒരു ഇത് കുടിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഉണർന്ന് വീണ്ടും സഹസ്രാരത്തിലെത്തി ശിവനുമായിട്ട് മേളിച്ച് ആ ഒരു എന്താ പറയാ അംബ്രോസി, ആ ഒരു എന്താ പറയാ ഒരു എന്താ പറയാ മരണമില്ലാത്ത അമൃത് അത് കുടിച്ച്
പുനർജന്മം ന വിന്ദതി. ഏത് ഭക്തനാണോ ഇത് വീണ്ടും വീണ്ടും കുടിക്കാനുള്ള അനുഗ്രഹം അമ്മ കൊടുക്കുന്നത്, അവർക്ക് ഒരിക്കലും പിന്നെ പുനർജന്മം ഉണ്ടാകുന്നില്ല. ആ ദേഹത്തെ വിട്ടു പോകുമ്പോൾ ദേഹി ആ ഒരു എന്താ പറയുക, എങ്ങനെയാണോ ഒരു തുള്ളി ജലം സാഗരത്തിൽ ലയിച്ച് സാഗരമായിട്ട് തീരുന്നത്, അതുപോലെ ഈ ജീവാത്മാവെന്ന് പറയുന്നത് പരമമായിരിക്കുന്ന സത്യത്തിലെ പരമാത്മാവുമായിരിക്കുന്ന ദേവി തത്വത്തിൽ ലയിച്ച് തിരിച്ച് ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അടുത്ത നാമം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വായിക്കാം, വരദ. അപ്പൊ ഈ വരങ്ങൾ കൊടുക്കുന്നവളാണ് അമ്മ, അല്ലെ? വരങ്ങൾ ദാനം ചെയ്യുന്നവള്. ഇപ്പൊ ബ്രഹ്മ വിഷ്ണു തുടങ്ങിയ ഉപാസകർ തങ്ങൾക്ക് എങ്ങനെയാണ് അവര് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് പോകുന്നത്? ദേവിയുടെ വരപ്രസാദം കൊണ്ടാണ്, ഇല്ലേ? അപ്പോ ലോകങ്ങൾക്ക് ശരണ്യായ അല്ലയോ ദേവി, സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട്, അവിടത്തെ ഒഴിച്ചുള്ള ദേവന്മാര് കൈകൾ കൊണ്ട് അഭയവരദങ്ങൾ നൽകണം, അഭയമുദ്രയും വരദമുദ്രയും ധരിച്ചിരിക്കണു. നിൻ തിരുവഴി കൈകൾ കൊണ്ട് അഭയവും വരദവും കാണിക്കുന്നില്ല, അവിടുത്തെ പാദങ്ങള് ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ആഗ്രഹങ്ങൾ കവിഞ്ഞ വരത്തെ പ്രദാനം ചെയ്യുന്നതിനും ദാനം ചെയ്യുന്നതിനും സമർത്ഥങ്ങളാകുന്നു. ഇത് സൗന്ദര്യലഹരിയിലെ ശങ്കരാചാര്യ സ്വാമികൾ ദേവിയുടെ ആ വരദാന ക്ഷമങ്ങളായിരിക്കുന്ന പാദങ്ങളെ കുറിച്ച് പറയുക. കാരണം അമ്മയുടെ പാദങ്ങള്, അല്ലേ? ആ പാദങ്ങൾ കണ്ടാൽ മതി അമ്മ. നമുക്ക് ബാക്കിയുള്ള ദേവന്മാർക്കൊക്കെ അഭയവും വരദവും ഒക്കെ കാണിക്കണം. ദേവിയുടെയോ ശരിക്കും പറഞ്ഞാല് കാല് മാത്രം, അമ്മയുടെ പാദങ്ങൾ, ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ കണ്ടാൽ തന്നെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം കിട്ടുന്നു. അപ്പോ എന്താ പറയാ, എന്തൊക്കെ കാമങ്ങളുണ്ടോ എല്ലാ കാമങ്ങളെയും പൂരിപ്പിക്കുന്നതില് വരദ എന്ന് പറയുന്ന ദേവിയുടെ നാമത്തോട് കൂടിയിരിക്കുന്ന ഈ ഭഗവതി, അതായത് എല്ലാ വര പ്ലസ് ദ, അതായത് വരത്തെ നൽകുന്നവൾ, എന്തർത്ഥിക്കുന്നുവോ അത് നൽകുന്നവള്. ജപസാധനകൾക്ക് ശേഷം അർത്ഥിക്കുമ്പോഴാണ് വരം ലഭിക്കുന്നത്, ഇല്ലേ? അപ്പൊ വരങ്ങള് കൊടുക്കുന്നവൾ. വിഷ്ണു സഹസ്രനാമത്തിന്റെ 330ാമത്തെ നാമം എന്ന് പറയുന്നത് വരദ എന്നാണ്. അപ്പൊ എല്ലാ ദേവീ ദേവന്മാരും അഭയവരദ ഹസ്തരാണ്, അല്ലെ? അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ചില ദേവീ ദേവന്മാര് തന്റെ വലത് കൈയാണ് വരദമുദ്രയായിട്ട് കാണിച്ച് വരങ്ങൾ കൊടുക്കുന്നത്. ഈ നാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ദേവി തന്റെ കൈകൾ കൊണ്ടല്ല വരം കൊടുക്കുന്നത്, ദേവിയുടെ പാദപത്മങ്ങളാണ് വരങ്ങൾ കൊടുക്കുന്നത്. ദേവി കാമദായിനിയാണ്. അപ്പൊ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ ഭക്ത സൗഭാഗ്യദായിനി എന്ന നാമങ്ങളൊക്കെ ദേവിയുടെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സൗന്ദര്യലഹരി 4ാം ശ്ലോകത്തിൽ പറയണു, എല്ലാ ലോകങ്ങളും എന്താ പറയാ ആ പാദങ്ങളിലാണ് ശരണാഗതി ചെയ്തിരിക്കുന്നത്. എല്ലാ ഈശ്വരന്മാരും അവിടത്തെ ഒഴിച്ച് അഭയവും വരദങ്ങളും തന്റെ ഭക്തർക്ക് കയ്യിലൂടെ കൊടുക്കുന്നു. അല്ലയോ അമ്മേ, അവിടുന്ന് മാത്രം, അമ്മയുടെ ചരണാംബുജങ്ങള് അത്രയ്ക്ക് ശക്തിയാണ്, ശക്തിമത്താണ്. ഭയത്തിന് അടിമപ്പെട്ടവർക്ക് അഭയവും ചോദിക്കുന്നതിൽ 1000 ഇരട്ടിയുമാണ് ദേവി വരങ്ങളായിട്ട് കൊടുക്കുന്നത്. വാഞ്ചിത ഫലദായിനി, വളരെ നന്നായിട്ട് അനായാസം അമ്മ വരങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. തന്റെ മക്കളാണില്ലേ, അമ്മയ്ക്ക് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും? എന്ത് പറഞ്ഞാലും ഒരു അമ്മയ്ക്ക് മക്കളെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധ്യമല്ല. ദേവിയെ അറിയേണ്ടത് നമ്മൾ എങ്ങനെയാ? നമ്മൾ ശരിക്കും ആ കോൺസെൻട്രേഷനിലൂടെ, തപസ്സിലൂടെ, അല്ലെ, നമ്മുടെ മെഡിറ്റേഷനിലൂടെ, അല്ലെ, 9ാമത്തെ ചന്ദ്രതിഥിയായിരിക്കുന്ന നവമി തിഥിക്ക് അന്നാണ് ദേവിയെ ലോകത്തിലുള്ളവർക്കെല്ലാം വരങ്ങൾ കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ദേവിക്ക് നവമി വളരെ പ്രാധാന്യമുള്ളത്. അപ്പോ എപ്പോഴും അനുഗ്രഹം കൊടുത്ത് സന്തോഷിപ്പിക്കുന്നവൾ, തന്റെ മക്കൾക്ക് എപ്പോഴും അനുഗ്രഹം കൊടുക്കുന്നവൾ. അപ്പോ ശരിക്കും പറഞ്ഞ വരദ വാമനയന, വാമ പ്ലസ് നയന, മനോഹരമായുള്ള മാർഗത്തിലേക്ക് നയിക്കുന്നവൾ. വാമം എന്ന് പറഞ്ഞാൽ മനോഹരം, നയനം എന്ന് പറഞ്ഞാൽ നയിക്കുന്നത്. അപ്പോ വാമനയന വാരുണിമത വിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 340 നാമം വരെയുള്ള ആണ് ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന 9ാം അധ്യായം. ആ ഒരു 341 മുതൽ 10ാം അധ്യായം തുടങ്ങുകയാണ് ക്ഷേത്രജ്ഞ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോ ഇനിയും ദേവിയുടെ കുറച്ച് നാമങ്ങൾ, അതായത് വരദ, വാമനയന, വാരുണീമത വിഹ്വല. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത്രയും നാമങ്ങളും കൂടെ തീർത്താല് നമുക്ക് അടുത്ത 341 ക്ഷേത്രജ്ഞ സ്വരൂപത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോ നമുക്കിതെല്ലാം ഈ നാമങ്ങളും കൂടെ ഇതിൽ കൂടെ നമുക്ക് തീർക്കാം. എന്താ വെച്ചാൽ
വരദ, വാമനയന, മനോഹരമായ മാർഗത്തിലേക്ക് നയിക്കുന്നവളെന്ന് നമ്മൾ കണ്ടു ഇല്ലേ? അപ്പോ വാമങ്ങളായിരിക്കുന്ന, അതായത് സുന്ദരങ്ങളായിരിക്കുന്ന നയനങ്ങളുള്ളവൾ സുന്ദരി. പൂജാ മാർഗങ്ങളിൽ ഒന്നാണ് വാമമാർഗം എന്ന് പറയുന്നത്. അതിനെ നയിക്കുന്നവൾ എന്ന വിഗ്രഹം. അപ്പൊ വാമമാർഗത്തിലുള്ള ആരാധനാ വിധികളിലേക്ക് ഉപാസകരെ നയിക്കുന്നവൾ. കർമ്മജന്യ ഫലം, വാമം എന്ന വ്യാഖ്യാനമുണ്ട്. കർമ്മഫലങ്ങളിലേക്ക് നയിക്കുന്നവൾ, കർമ്മത്തിന്റെ ഫലം പ്രദാനം ചെയ്യുന്നവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പൊ വാക്കിന്റെ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ. വാമ എന്നാൽ ആ ഒരു കർമ്മഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ആക്ഷൻ അല്ലേ? അപ്പൊ നയത എന്ന് പറഞ്ഞാൽ നയിക്കുന്നത്, ലീഡിങ് ടു എന്ന അർത്ഥമുണ്ട്. അപ്പൊ വാമനയന എന്ന് പറഞ്ഞാല് കർമ്മഫലമാണ് ദേവിയിലേക്ക് നയിക്കുന്നത്. ദ ഫ്രൂട്ട്സ് ഓഫ് വൺസ് ഓൺ ആക്ഷൻ ലീഡ്സ് ടു ഹർ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈനൽ ലിബറേഷന് വേണ്ടി, അവസാന പൂർണ്ണ മുക്തി അഥവാ കൈവല്യപദം പ്രദാനം ചെയ്യുന്നത് അവനവന്റെ കർമ്മങ്ങളാണ് എന്നർത്ഥം. അപ്പൊ കർമ്മം ശുദ്ധമായാലേ ദേവിയുടെ അടുത്തേക്ക് സഞ്ചരിക്കാൻ പോലും ശുദ്ധമല്ലെങ്കിൽ എന്താ പറയാ, ദേവിയുടെ അടുത്തേക്ക് പോവാനേ സാധ്യമല്ല. അമ്മ അടുത്ത് പോലും നമ്മൾ അടുപ്പിക്കില്ല. കാരണം ആ ശുദ്ധമായിരിക്കുന്ന നമ്മുടെ കർമ്മങ്ങളാണ് ദേവിയുടെ അടുത്തേക്ക് സഞ്ചരിക്കാൻ നമ്മളെ സാധ്യമാക്കുന്നത്. ഇത് ചാന്ദ്രോഗ്യ ഉപനിഷത്തില് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, സംയത് വാമ. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ഗുഡ് തിങ്സ്, എല്ലാ നന്മകളുടെയും ഇരിപ്പിടമാണ് അമ്മ. ഇത് ആ ആത്മജ്ഞാനമുള്ള ഒരാള്, അതായത് ദേവിയെ ബ്രഹ്മസ്വരൂപിണിയായിട്ട് എല്ലാറ്റിനും മീലെ സുപ്രീം സെൽഫായിട്ട് കാണണം. അതായത് കാലക്രമേണ ഒരു കണ്ടെയ്നർ ഓഫ് ഗുഡ് തിങ്സ് ആയിട്ട് നമ്മൾ മാറും. കാരണം നമ്മൾ ചീത്ത വിചാരങ്ങൾ ഇല്ലാത്തവരായിട്ട് മാറണം. ആ ഒരു നന്മ മാത്രമുള്ള വ്യക്തിയായിട്ട് തീരുന്നാൽ മാത്രമേ നമുക്ക് ദേവിയുടെ അടുത്തേക്ക് ചെല്ലാൻ സാധ്യമാകൂ. നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് അതിന്റെ സദ്ഫലങ്ങൾ ലഭിച്ച് ആ ഒരു കർമ്മങ്ങൾക്ക് അനുസരിച്ച് ആനന്ദത്തോടു കൂടി കഴിയണം. അപ്പൊ അടുത്ത ഉപനിഷത്ത് മന്ത്രം അങ്ങനെയാണ്, സർവാണി വാമനീ നയതി. ഏറ്റവും നല്ലതും ശുദ്ധമായതിന്റെ ഉറവിടം ബ്രഹ്മം തന്നെയാണ്. വമനി എന്ന് പറഞ്ഞാൽ വമിപ്പിക്കുന്നവൾ, പുറത്തുവിടാൻ കഴിയുന്ന ശക്തി. എല്ലാവരുടെയും നന്മയ്ക്ക് അനുസൃതമായിരിക്കുന്ന എന്തോ അത് അവള് നൽകണു. ഇപ്പൊ കർമ്മത്തിനനുസരിച്ച് എല്ലാ നല്ലതിനെയും താങ്ങി നിർത്തുന്ന ശക്തി, അതാണ് പരബ്രഹ്മ സ്വരൂപിണിയായിരിക്കുന്ന ദേവി അല്ലെ? അപ്പോ നമ്മളെ കർമ്മഫലം, അതായത് കർമ്മജലം ജന്യമായിരിക്കുന്ന ഫലം, കർമ്മങ്ങളിലേക്ക് നയിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. മനോഹരമായ കണ്ണുകൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്കർമ്മങ്ങൾ സദ്ഫലങ്ങളെ കൊടുക്കണു. ദേവിയുമായിട്ട് നമുക്ക് അടുക്കണമെങ്കിൽ എന്ത് വേണം? സത്കർമ്മങ്ങൾ. നമ്മളെ ഉള്ളു ശുദ്ധമാകണം അല്ലെ? ശുദ്ധമാകാതെ നമുക്ക് ദേവിയുടെ അടുത്ത് എത്താൻ പറ്റില്ല. ഉപാസന മാർഗം എന്ന് പറഞ്ഞു തന്നെ ആത്മാവിനെ, ശുദ്ധമായിരിക്കുന്ന ആത്മാവിൽ എത്തണമെങ്കിൽ കർമ്മഫലങ്ങൾ പൊതിഞ്ഞിരിക്കുന്ന കാരണശരീരം എന്ന് പറയുന്ന ആ ഒരു വാസനാ ശരീരം ഇല്ലാതായിട്ട് തീരണം. അതെന്താ? ജ്ഞാനം കൊണ്ട് മാത്രമേ പറ്റൂ. അമ്മയുടെ അനുഗ്രഹവും വേണം ഇല്ലേ? അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ ഒരു വാമനയനായിരിക്കണം. വാമമാർഗത്തെ പറയാം. തന്ത്രശാസ്ത്രത്തിലെ വാമം ദക്ഷിണം ഒക്കെ ഉണ്ട്. അപ്പൊ വാമമാർഗത്തിലേക്ക് നയിക്കുന്നവൾ ഏത് മാർഗത്തിലൂടെ ആയാലും അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ എന്ത് വേണം? ശുദ്ധമായിരിക്കുന്ന മനസ്സോട്, അന്ധകരണത്തോട് കൂടിയിരിക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ആ ദേവി ആരാണ്? വാരുണീ മത വിഹ്വല. അപ്പൊ വാരുണീ മത വിഹ്വല 333 നാമമാണ് വാരുണീ മത വിഹ്വല. വാരുണിയിൽ നിന്നുണ്ടായ മതം കൊണ്ട് വിഹ്വലയായിരിക്കുന്നവൾ. വാരുണി എന്ന് പറഞ്ഞാല് ഈന്തപ്പനയിൽ നിന്ന് എടുക്കുന്ന ഒരിനം മദ്യമാണ്. ആ മദ്യം സേവിക്കുമ്പോഴും മതം കൊണ്ട് വിഹ്വലയായിരിക്കുന്നവൾ. അതായത് ബാഹ്യ വസ്തുക്കളെ വിസ്മരിച്ചവൾ, സ്വാത്മാനന്ദ സ്വാത്മാനന്ദ മത്തയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ വാരുണീമൻ എന്ന പദം സഹസ്രഭണനായിരിക്കുന്ന ആദിശേഷനെ കുറിക്കുന്നുണ്ട്. വാരുണി മദ് അവിഹ്വല എന്ന നാമത്തെ അപഗ്രഥിച്ച് ഭൂമിയെ ധരിക്കുന്ന ഗുരുവായ കൃത്യത്തിൽ ആദിശേഷൻ അവിഹ്വലനായിട്ടിരിക്കുന്നത് പോലെ വിഹ്വലതയില്ലാതെ ഇരിക്കുന്നവൾ എന്ന് നമുക്ക് കാണാം. അപ്പൊ വായു ദേവതാത്മകമായിട്ട് ശരീരത്തിലുള്ള ഒരു നാഡിക്ക് വാരുണി നാഡി എന്നാണ് പേര്. അപ്പോ ശരിക്കും പറഞ്ഞാല് യോഗശാസ്ത്രത്തിൽ അങ്ങനെ ഒരു നാഡിയെ കുറിച്ച് പറയുന്നുണ്ട്. വാരുണി നാഡിയെ ജയിച്ച യോഗി വാരുണിമാൻ. അതായത് ആ യോഗിയുടെ അവിഹ്വലത ദേവി പ്രസാദം കൊണ്ടാണ്. അതുകൊണ്ട് വാരുണി മത്തുക്കളുടെ അവിഹ്വലത എന്നും നാമത്തെ വ്യാഖ്യാനിച്ച് കാണാം. അതായത് വാരുണി നാഡിയില്
പെരുകുവത് ആനന്ദത്തേൻ എന്ന് പറയാനുണ്ട്. ലളിതാ സഹസ്രനാമത്തിന്റെ തമിഴ് വ്യാഖ്യാനത്തില് അണ്ണ എന്ന് പറയുന്ന ആചാര്യം പറയുന്നുണ്ട്. അപ്പൊ വാരുണി നാഡിയില് എന്താണ് ഉണ്ടാകുന്നത്? ശിവശക്തി ഐക്യം കൊണ്ടുണ്ടാകുന്ന ആനന്ദ തേനാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. അതായത് വാരുണി നാഡിയെപ്പോലെ ഇളകാതെ സ്ഥിതി ചെയ്യുന്നവൾ. വാരുണി മത് അവിഹ്വല. അപ്പൊ താഴെയും മുകൾ ഭാഗത്തും വ്യാപിച്ച നാഡി വിശേഷമാണ് ആരുണി എന്ന് പറയുന്നത്. അപ്പൊ അവിഹ്വല എന്ന് പറഞ്ഞാൽ വിഹ്വലയാകാത്തവൾ, ഇളകാത്തവൾ. വാരുണി മദ് എന്ന് പറഞ്ഞാല് വാരുണിയെ പോലെ എന്നർത്ഥം. അപ്പൊ വാരുണി എന്നാല് നമ്മൾ ഡേറ്റ്സ് ഇട്ട് അഴുകി അതിന്റെ ഒരു രസം ഇറങ്ങി അത് സേവിച്ചാല് ബോധപരിവർത്തനം ഉണ്ടാകും. അപ്പൊ ഇത് സേവിച്ചു കഴിഞ്ഞാൽ പരിസരങ്ങൾ മറക്കുന്നൊക്കെ പറയാറുണ്ട്. പിന്നെയോ അകത്തേക്ക് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ദേവിയുടെ ഇന്നർ സെൽഫ്, അതായത് ഒരാളേ ഉള്ളൂ, അത് ശിവനാണ് അല്ലേ. അപ്പൊ ഇതിന്റെ നാമാർത്ഥം എന്ന് പറയാം. കാരണം ഇത് കൂടുതലായിട്ട് 878 നാമത്തിലെ സ്വാത്മാരാമ എന്ന നാമത്തിൽ കാണാം. കാരണം ഇത് ശരിക്കും ഒരു നാഡി അഥവാ ഞരമ്പ്, വാരുണി എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ ശ്വാസം കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ശരീരത്തിലെ മലിന വസ്തുക്കളെല്ലാം പുറന്തള്ളുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ നാഡിയാണ്. ഈ നാഡിയെ അധീനത്തിൽ കൊണ്ടുവന്നാൽ ശ്വാസ നിയന്ത്രണത്തിലൂടെ ഒരിക്കലും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടില്ല എന്ന് പറയുന്നു. ഋഷിമുനിമാരെല്ലാം തന്നെ ഈ നാഡിയെ അവരുടെ ഇച്ഛയ്ക്ക് നിർത്താറുണ്ട്. അവർക്ക് നീണ്ട നേരത്തിൽ ധ്യാനത്തിൽ ഇരിക്കാൻ ഇത് സഹായിക്കും. ആ വിദ്യയാണിത്. ദേവി വാരുണി നാഡിയുടെ രൂപത്തിൽ ഇരിക്കുന്നു ശരീരത്തില്. ഈ നാമം ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് വിവരിക്കാൻ സാധ്യമല്ല. കാരണം ഇത് വാഗ്ദേവതകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു നാമാർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ആ ദേവി ആരാണ്? വിശ്വാധിക. അതായത് വിശ്വാധിക, വേദവേദ്യ, വിന്ധ്യാചല നിവാസിനി, വിധാത്രി, വേദജനനി, വിഷ്ണുമായ വിലാസിനി. അപ്പൊ വിശ്വാധിക എന്ന് പറഞ്ഞാൽ വിശ്വ പ്ലസ് അധിക, വിശ്വത്തെ കവിഞ്ഞു നിൽക്കുന്നവൾ. അപ്പൊ വിശ്വത്തെ കവിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വത്തിനപ്പുറം നിൽക്കുന്നവൾ ഇല്ലേ? വിശ്വത്തെ മുഴുവൻ ഉത്കൃഷ്ടമാക്കിയവൾ. അപ്പോ വിശ്വാധികോ രുദ്രോ മഹർഷി എന്ന ശ്രുതിവാക്യമുണ്ട്. വിശ്വാധികനായിരിക്കുന്ന രുദ്രന്റെ രൂപം ധരിച്ചവൾ ഇല്ലേ? ആ ഒരു ക്ഷിതി തുടങ്ങിയ ശിവാന്തമായ തത്വങ്ങളെക്കാൾ ഉത്കൃഷ്ടമായവൾ എന്ന എല്ലാ തത്വങ്ങളിലും ശ്രേഷ്ഠമായിരിക്കുന്നവൾ, സർവ തത്വ സ്വരൂപിണി. അപ്പൊ ദേവി എല്ലാ പ്രപഞ്ച തത്വങ്ങൾക്കും മുകളിലാണെന്ന് പറയുന്നു. പ്രപഞ്ച ഉൽപ്പത്തി എന്ന 36 തത്വങ്ങളിലൂടെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. നമുക്കറിയാം ശിവതത്വങ്ങളിൽ തുടങ്ങി പൃഥ്വി തത്വം വരെയുണ്ട്. ദേവി ഈ എല്ലാ തത്വങ്ങൾക്കും മുകളിലാണ്. ഈ പ്രപഞ്ചത്തില് എല്ലാ ജീവജാലങ്ങളും ഈ തത്വങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ 36 തത്വങ്ങൾ എന്നത് പഞ്ചതന്മാത്രകള്, അന്ധകരണങ്ങള്, 7 മായാ തത്വങ്ങള്, 5 ശിവതത്വങ്ങൾ. ഇതാണ് പ്രപഞ്ചമായിട്ടിരിക്കുന്നത് അല്ലെ? നമ്മൾ വളരെ വിശദമായിട്ട് പ്രപഞ്ച രൂപമൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇതിന്റെ വീഡിയോസ് കിടപ്പുണ്ട്, വേണമെന്നുള്ളവർക്ക് അത് കാണാം. അപ്പോ വിശ്വാധിക, അപ്പൊ ശ്രേഷ്ഠമായിരിക്കുന്ന സർവ്വ തത്വസ്വരൂപിണി, വേദവേദ്യ, വേദങ്ങളാൽ അറിയപ്പെടാൻ യോഗ്യതയുള്ളവൾ. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദങ്ങള് ദേവിയുടെ ആസ്ഥാനങ്ങളായിരിക്കുന്ന ചിന്താമണി ഗ്രഹത്തിന്റെ 4 ഗോപുര ദ്വാരങ്ങളാണ് എന്ന് ശ്രീപുര വർണ്ണനയിൽ പറയുന്നുണ്ട്. അപ്പൊ ദേവതാ ദർശനത്തിന്റെ പ്രവേശന ദ്വാരത്തിലൂടെ കടക്കണമെന്നുള്ളത് കൊണ്ട് വേദത്തിലൂടെ ദേവിയെ അറിയണം. അങ്ങനെയുള്ള ഒരു അർത്ഥം നമ്മൾ എടുക്കണം. കാരണം വേദസ്വരൂപിണിയാണ് ലോകമാതാവായിരിക്കുന്ന ലളിതാംബിക എന്ന് മറ്റു നാമങ്ങൾ കൊണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ ഒരു വേദൈശ്ച സർവൈരഹമേവ വേദ്യ. അപ്പൊ ശ്രുതി സ്മൃതികളിലെല്ലാം ഇത് പറയുന്നുണ്ട്. ഷഡംഗയുക്ത ശ്രുതി വാക്യം മൃഗേ എന്ന് ലളിത ഉപാഖ്യാനം പറയുന്നുണ്ട്. അപ്പൊ അതായത് വേദം കൊണ്ട് അറിയപ്പെടുന്നവളാണ്. അപ്പൊ വേദ്യം എന്ന് പറഞ്ഞാൽ എന്താ? വേദം കൊണ്ട് അറിയപ്പെടുന്നവൾ, വേദം പ്ലസ് വേദ്യ. വേദ്യം അറിയപ്പെടുന്നത്, വേദിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക. അപ്പൊ വേദം എന്ന് പറഞ്ഞാൽ അറിവ് അല്ലെ? ആദിയിൽ ഈശ്വരനിൽ നിന്ന് കിട്ടിയ അറിവിനെയാണ് നമ്മൾ വേദം എന്ന് പറയുന്നത്. അപ്പൊ വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവൾ, എല്ലാ വേദങ്ങളും അറിവുകളും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്താ? ഈ സുപ്രീം റിയാലിറ്റി എന്ന് പറയുന്ന പരബ്രഹ്മത്തിലാണ് അല്ലെ? ബ്രഹ്മം എന്നത് ആ വേദസ്വരൂപം തന്നെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, എല്ലാ വേദങ്ങളിലൂടെയും ഞാനാണ് അറിയപ്പെടുന്നത്, ഞാനാണ് വേദങ്ങളെ പൂർണ്ണമായിട്ട് അറിയുന്നവൻ. അറിവിലൂടെ മാത്രമേ വേദങ്ങളെ അറിയാൻ സാധിക്കൂ. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് ജ്ഞാനം അഥവാ അറിവില്ലെങ്കിൽ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഈ സെൽഫ് റിയലൈസേഷൻ ഒരിക്കലും സാധ്യമാകില്ല. ബ്രഹ്മം എന്നത് അറിവിന്റെ പൂർണ്ണതയാണ്. വേദങ്ങളും വേദാന്തവും ഒന്നല്ല, രണ്ടാണ്. വേദാന്തം എന്നാൽ ഉപനിഷത്തുക്കളുടെ അറിവാണ്. ഉപനിഷത്തുകൾ പഠിക്കുന്നതുകൊണ്ട്
പ്രധാന അറിവുകൾ ലഭിക്കുന്നു എന്ന് മാത്രം. ഇനി ശ്രീചക്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 4 ഗേറ്റുകളുണ്ട്. 4 സൈഡിലും പൂപുരം എന്ന ചതുരത്തിന് 4 ഗേറ്റുകൾ, 4 വേദങ്ങളാണ്. അപ്പൊ ദേവിയെ വേദങ്ങളിലൂടെ അറിയുന്നതിനെയാണ് ശുദ്ധവിദ്യ എന്ന് പറയുന്നത്, ആ പെർഫെക്റ്റ് നോളജ്. എന്നാൽ ശ്രീവിദ്യ എന്ന് പറയുന്ന ആത്മവിദ്യ, അതിൽ നിന്ന് ആ ഒരു വ്യത്യാസം ഇതാണ്. ഇതിൽ കൂടുതലും റിച്വൽസ് അഥവാ പൂജാക്രമങ്ങളാണെന്നുള്ളതാണ്. കാരണം വേദങ്ങൾക്ക് നല്ല വ്യാഖ്യാനങ്ങളുണ്ട് എന്നത് സത്യമാണെങ്കിലും വേദങ്ങളെല്ലാം തന്നെ ആ ഒരു ബിയോണ്ട് ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ ആണ്. നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യമല്ല നമ്മുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട്. നമ്മൾ വേദത്തിൽ നോക്കിയാല് പഠിച്ചാല് ഒരുപാട് അഗ്നിക്രിയകൾക്കാണ് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കണമെന്ന് കാണാം. കാരണം എന്നാൽ അങ്ങനെയല്ല, പല വ്യാഖ്യാനങ്ങളിലും ആ വ്യാഖ്യാതാക്കള് മനോകൽപ്പിതങ്ങളായിരിക്കും, അല്ലേ? അതാണ് സത്യം. ഈ വേദങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാൽ പല സട്ടിലായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെയാണ് നമ്മൾ ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. ഉപനിഷത്തുക്കൾ വളരെ നേരാണോ എന്ന് ഉദ്ദേശിക്കുന്നത്, വളരെ നേരായി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പറയണു. അവർ പല വഴികളിലൂടെ ബ്രഹ്മം ഇതാണ് എന്ന് സമർത്ഥിക്കണു. പിന്നെ നേതി ഇതല്ല എന്ന് പറഞ്ഞ് ഈ കാണുന്നതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ബ്രഹ്മത്തെ കാണിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്ര ജിഹ്വേ നചക്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോന വായു ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. അവസാനം ഉറപ്പിച്ചു പറയണു, അഹം നിർവികൽപ്പോ നിരാകാര രൂപോ വിഭുത്വാർച്ച സർവത്ര സർവേന്ദ്രിയാണാം നജാ സംഗതം ന മുക്തിർന മേഹ ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്ന്. ഇപ്പൊ ചിലത് ഇല്ല എന്ന് പറയണു, അവസാനം ഉറപ്പിച്ചു പറയണു ഞാൻ ചിദാനന്ദ സ്വരൂപമായിരിക്കണ ശിവോഹാണെന്ന്. അഹം ശിവഹ. ഇപ്പൊ വേദം എന്നത് പറയണത് ശരിക്കും പറഞ്ഞാല് ഈ അഫർമേഷൻസ് ആൻഡ് നെഗേഷൻസ് ആണ്. ചിലത് നമ്മൾ ഉറപ്പിച്ച് പറയും, ചിലത് അല്ല എന്ന് പറയണു. അപ്പൊ ദേവി എന്ന് പറഞ്ഞാല് വേദസ്വരൂപിണിയാണ്. എല്ലാ വേദങ്ങളുടെയും എസൻസ് ആണ് ദേവി. അപ്പൊ ഇനി വേദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ കുലത്തിന് തന്നെയുള്ള പ്രധാന ആധാരമാണ് വേദങ്ങൾ. അതെല്ലാം തന്നെ ആര്യൻ സമയത്ത് ഉപയോഗിച്ചിരുന്ന സംസ്കൃത ഭാഷയിലുമാണ്. ഈ വേദങ്ങൾ പല രീതിയിലും വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ലിറ്ററേച്ചർ ആയിട്ട്, സ്പിരിച്വൽ ആയിട്ട്, റിലീജിയസ് ആയിട്ട്, ഗ്രാമർ, ഫിലോസഫി തുടങ്ങിയ അനേക വീക്ഷണങ്ങളുണ്ട് ഇതിൽ. ഇന്ന് ധാരാളം വേദ ഭാഷ്യങ്ങൾ ലഭ്യമാണ്, പക്ഷെ പലതും വിശ്വസനീയങ്ങളല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അർത്ഥതലങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോണു. ഇതിന് പ്രധാന കാരണം വേദങ്ങൾക്ക് ഗ്രോസ് ലെവലിലും സട്ടിൽ ലെവലിലും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പൊ വേദങ്ങള് ശ്രദ്ധയോടെ വായിച്ചാല് ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കും. കാരണം വേദവാക്യങ്ങളെല്ലാം തന്നെ വളരെ സിംബോളിക്കായിട്ട് ശരീരവും ശരീര അവയവങ്ങൾക്കും വ്യക്തിയുടെ എല്ലാം ഒരു ഹയർ ലെവൽ ഓഫ് എനർജി വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഇതൊരു പ്യൂരിഫിക്കേഷന് വേണ്ടിയാണെന്ന് നമുക്ക് കാണാം. ഇപ്പൊ വേദങ്ങളിൽ ഒരിടത്ത് പോലും മൃഗബലി പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെയുള്ള വ്യാഖ്യാനങ്ങളിൽ ഒരു മൃഗത്തിന്റെ ഓരോ അവയവങ്ങള് അഗ്നിയിൽ ഹോമിക്കണം എന്ന് പറയുന്നുണ്ട്. വേദങ്ങൾ എന്നത് ഈശ്വര നിർമ്മിതങ്ങളാണ്, അല്ലേ? വളരെയധികം കാലം അത് എഴുതപ്പെടുകയോ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഋഷിമുനിമാരെല്ലാം തന്നെ തങ്ങളുടെ വാക്കിലൂടെയാണ് ഈ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ശ്രുതി, കേൾവിയിലൂടെ. ഇത് മാറാതിരിക്കാൻ, അർത്ഥ വ്യതിയാനങ്ങൾ വരാതിരിക്കാനാണ് അവർ കേൾവിയിൽ മാത്രം ഇത് ഒതുക്കി നിർത്തിയിരുന്നത്. ഇതിന് പ്രത്യേക ക്രമങ്ങളുണ്ട്, ഇതിന് പ്രത്യേക താളമുണ്ട്, ഇതിന് ഗദ്യ രീതിയിലുള്ളവയാണ് ബ്രാഹ്മണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ ഒരു എന്താ പറയാ പാസേജസ് കൂടുതലും റിച്വൽസ്, അല്ലെ? അഗ്നിക്രിയകള് അതിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് ആയിട്ട് പ്രയോഗവശമായിട്ട് തീർന്നു എന്ന് മാത്രം. അപ്പൊ 4 വേദങ്ങള് നമുക്കുണ്ട്. ഋഗ്, യജുസ്, സാമം, അഥർവം. ആദ്യത്തെ 3 വേദങ്ങളെയാണ് നമ്മൾ ത്രിവിദ്യ എന്നറിയപ്പെടുന്നത്. ഈ 3 തരത്തിലുള്ള അറിവാണ് ഇതിലുള്ളത്. അഥർവവേദം പിന്നെയാണ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. മറ്റു വേദങ്ങള് എന്നാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം, പ്രപഞ്ചത്തിന്റെ ആ ഒരു ദേഷ്യം ഉൾപ്പെടെയുള്ള എല്ലാം വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് പോലും അവ മാർഗനിർദ്ദേശങ്ങളുമാണ്. വേദങ്ങളെ ശ്രുതി എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. വേദങ്ങളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് മനുഷ്യബുദ്ധിക്ക്. കാരണം അവയെല്ലാം തന്നെ ഈശ്വരൻ ഋഷിമുനിമാർക്ക് പകർന്നു കൊടുത്ത് നേരിട്ട് ഉപദേശിച്ചാണ്. അപ്പൊ ഈശ്വര വചനങ്ങളെ ഋഷിമാർ അവരുടെ ഉയർന്ന ബോധതലത്തിലൂടെ, ആ ഒരു കോസ്മിക് ഇന്റലിജൻസിലൂടെ, സുപ്രീം കോൺഷ്യസിൽ എത്തിയെന്ന് നമുക്ക് പറയാം. അവരിവയെല്ലാം കാണാതെ പഠിച്ച് തന്റെ ശിഷ്യർക്ക് ഉപദേശ രൂപത്തിൽ നൽകി. ഇതെല്ലാം
വാക്കുരൂപത്തിലായിരുന്നു എന്ന് പ്രത്യേകം അറിയണം. ഈ ഋഷികൾ അത് എഴുതി സൂക്ഷിച്ചിരുന്നെങ്കിൽ അവയെല്ലാം നശിക്കപ്പെടുകയോ പലരും പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കുകയോ ചെയ്തതിന് പ്രകൃതിയെ ഒരിക്കലും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നേനെ. മനുഷ്യൻ ഈശ്വരന്റെ വാക്കുകളെ ഒരിക്കലും വിശദീകരിക്കാൻ സാധ്യമല്ല, അല്ലെ? പിന്നെ കുറച്ചെന്തെങ്കിലും അറിയുവാൻ മാത്രമേ നമുക്ക് വേദവ്യാസൻ വേദങ്ങളെ 4ആയിട്ട് പകുത്ത് ഓരോ വിഭാഗങ്ങളായിട്ട് എഴുതി വെച്ചു എന്ന് മാത്രം. ഈ പഠനത്തെയാണ് വേദാംഗങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇവയെല്ലാം അഗ്നിയില് ശരിക്കും പറഞ്ഞാല് ആ ഒരു ലിംഗ്വിസ്റ്റിക്, ഗ്രാമർ, ഫൊനറ്റിക്സ്, ആ ഒരു അസ്ട്രോണമി എന്നൊക്കെ പറഞ്ഞ അസ്ട്രോളജി, അസ്ട്രോണമി എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ വേദങ്ങൾ മുഴുവനും കേൾക്കാനോ പഠിക്കാനോ അറിയാനോ ആർക്കും സാധ്യമല്ല. വേദാംഗങ്ങള് എന്ന ചില ആ ഒരു ഇന്റർപ്രിട്ടേഷൻസിലൂടെ സട്ടിലായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് മാത്രം. ഇപ്പൊ വേദങ്ങൾ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കർമ്മങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ആ ഒരു വേദങ്ങൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു: ജ്ഞാനം, കർമ്മം, ഉപാസന. ഈ 3 വിഭാഗങ്ങൾ. ജ്ഞാനം എന്നാൽ അറിവ്. ഇതിൽ ലൗകിക പരിജ്ഞാനമല്ല ഇത്. കാരണം ഇതിനെയാണ് നമ്മൾ വിസ്ഡം അഥവാ മേധ എന്ന് പറയുന്നത്. അപ്പൊ അറിവ് എന്ന് പറയുന്നത് ലൗകിക തലത്തിലുണ്ട്. അത് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ റിസൾട്ട് ആയിട്ടാണ് പറയുന്നത്. നമ്മള് ആ ഒരു എന്താ പറയാ, ആ ഒരു നമ്മുടെ റീസണിങ് കപ്പാസിറ്റി, നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ആ ഒരു മനസ്സിലാക്കുന്ന രീതിയെ ആശ്രയിച്ചാണ് ഇത് ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് കാര്യം ഒരാൾ എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ എടുക്കുന്നത്, അല്ലെ? ഇപ്പൊ മനസ്സിലാക്കാനും വിലയിരുത്തുവാനുള്ള കഴിവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പൊ വിസ്ഡം എന്ന് പറഞ്ഞാല് അഥവാ ആ ഒരു മേധാശക്തിയാണ്. അത് നമുക്ക് ഏത് പരിസ്ഥിതിയിലും ശരിയായ ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്നതിനുള്ള ആ ഒരു വിവേക ബുദ്ധിയാണ്. ഈ മേധയ്ക്ക് പ്രത്യേക കഴിവുകളുണ്ട്. ശരിക്കും ആ ഒരു പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, ഡിസ്ക്രിമിനേഷൻ, ആ വിവേചന ശക്തി അല്ലെങ്കിൽ ഇൻസൈറ്റ്, ആത്മബോധമൊക്കെ ഇത് കൊടുക്കും. അതുകൊണ്ടാണ് മേധാശക്തിയാണ് സാധാരണ അറിവിനേക്കാൾ ഉയർന്നതെന്ന് പറയുന്നത്. അപ്പൊ വേദങ്ങള് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അറിവ് തരുന്ന അറിവ് എന്ന് ശരിക്കും പറഞ്ഞാല് ആ ഒരു അതില് ആ അറിവ് സമ്പാദനത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മേധ എന്നത് എക്സ്പീരിയൻസിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ്. ആ മേധയെ പൂർണ്ണമാക്കുന്നതാണ് ഗായത്രി മന്ത്രം, ഇല്ലേ? അതിനാണ് കർമ്മങ്ങള്. കർമ്മങ്ങൾ എന്നാല് പ്രവർത്തികൾ എന്ന അർത്ഥം. നിരന്തരമായിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാണ് അനുഭവ ജ്ഞാനം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു വ്യക്തി തെറ്റും ശരിയും, നല്ലതും മോശപ്പെട്ടതും, നിത്യവും അനിത്യവും തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ സാധന, പൂജ, കർമ്മങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടും. ഉപാസന കർമ്മങ്ങളും സാധാരണ കർമ്മവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സാധാരണ കർമ്മം നിത്യജീവിതത്തിലുള്ളതാണ്. ഉപാസനാ കർമ്മങ്ങൾ എന്നത് ഈശ്വരനെ അറിയുവാനുള്ളതാണ്. വേദങ്ങൾ ഈശ്വരൻ എന്ന ശക്തിക്ക് വളരെയധികം വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേദങ്ങളുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഈശ്വരനെ അറിയുക എന്നത് തന്നെയാണ്. ഈശ്വരന് വേദങ്ങൾ കൊടുക്കുന്ന നാമമാണ് ബ്രഹ്മം. വേദങ്ങൾ പറയണു ഈ 3 മാർഗത്തിലൂടെ ഏതിൽ ഒരെണ്ണം സ്വീകരിച്ചാലും പൂർണ്ണമായിട്ടും അറിഞ്ഞ് അനുഷ്ഠിക്കണം. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നമുക്ക് സാധിക്കുന്ന രീതിയിലെങ്കിലും നമ്മൾ വേദങ്ങളെ അറിയണം. അതിന്റെ ലക്ഷ്യവും അറിയണം. കാരണം വേദത്തിലെ ഓരോ വരിയും ഈശ്വര നിർമ്മിതങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ആഴത്തിലുള്ള ഇംപ്ലിക്കേഷൻസ് അതിനുണ്ടെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം. നമ്മള് ദുർഗാ സൂക്തം, ശ്രീ സൂക്തം എല്ലാം വേദമന്ത്രങ്ങളാണ്. രുദ്രം, ഗായത്രി മന്ത്രം, ഇതെല്ലാം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ മേധാശക്തിയാണ് കൂട്ടുന്നത്. അപ്പോ വേദവേദ്യ എന്നുള്ള ഒരു നാമത്തിൽ നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ കണ്ടു, ഇല്ലേ? ഇപ്പൊ ഈ ആദിയിൽ ഈശ്വരനിൽ നിന്ന് കിട്ടിയ അറിവാണ് വേദം. ഇപ്പൊ വേദം കൊണ്ട് അറിയപ്പെടുന്നവളാണ് ദേവി. അടുത്ത നാമം വിന്ധ്യാചല നിവാസിനി. വിന്ധ്യാചലത്തില്, അതായത് വിന്ധ്യാചല നിവാസിനി, വിന്ധ്യാചലത്തിൽ വസിക്കുന്നവൾ. ഉത്തർപ്രദേശില് മിർസാപൂർ എന്ന സ്ഥലത്ത് ഗംഗാതീരത്താണ് വിന്ധ്യാചലം. ആ ദേവീക്ഷേത്രം അവിടെയാണ്. ഇത് പ്രധാന ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. അത്യധികം പുരാതനവുമാണ്. വിന്ധ്യാചലത്തിൽ വസിക്കുന്ന ദേവി, അല്ലെ? ദേവി മഹാത്മ്യത്തില് 11-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? വൈവസ്വതേന്തരെ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ശൈവൻ ഉത്പത്സ്യേതേ മഹാസുരൗ നന്ദഗോപ ഗൃഹേ ജാത യശോദ ഗർഭസംഭവ തതസ്തൗ നാശയിക്ഷ്യാമി വിന്ധ്യാചല നിവാസിനി. അപ്പൊ അമ്മ വിന്ധ്യാചലത്തിൽ വസിച്ചുകൊണ്ട് എന്താ പറയാ, ഈ പറഞ്ഞ രാക്ഷസന്മാരെ എല്ലാം ഇല്ലാതാക്കുമെന്ന്
ദേവി തന്നെ പറയുന്നുണ്ട് ഇല്ലേ, ദേവിയുടെ വാസസ്ഥാനം വിന്ധ്യാചല പർവ്വതമാണ് ദുർഗയുടെ. മാർക്കണ്ഡേയ പുരാണത്തിലെ ദുർഗാ സപ്തശതിയിൽ ദേവി തന്നെ പറയുന്ന വാക്കുകളാണ്. ഞാന് നന്ദഗോപരുടെ വീട്ടിൽ ജനിക്കും. നന്ദഗോപർ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവ്. പിന്നെ ഞാൻ താമസിക്കുന്നത് എൻ്റെ വാസസ്ഥലം വിന്ധ്യാചലമായിരിക്കും. ആ സമയത്തായിരിക്കും ശുംഭൻ നിശുംഭൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാരെ ഞാൻ വധിക്കുന്നത്. ഈ വാക്കുകൾ തന്നെ നമുക്ക് കൃഷ്ണൻ തന്നെയാണ് ലളിതാംബിക എന്ന് ഉറച്ചു കാണിച്ചു തരികയാണ് അല്ലേ. ഇതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിൽ ധാരാളം നാമങ്ങള് ദേവി വിഷ്ണു രൂപിണിയാണെന്ന് പറയുന്നത്. ഗോവിന്ദ രൂപിണി, നാരായണി എന്ന ഇതൊക്കെ തന്നെ ഉദാഹരണങ്ങളാണ്. ചില അവസരങ്ങളിൽ വിഷ്ണുവിന്റെ സഹോദരിയായിട്ടും പറയുന്നുണ്ട് അല്ലേ. പത്മനാഭ സഹോദരി, ഇത് നമ്മൾ കണ്ടതാണ്. അടുത്ത നാമം വിധാത്രി. വിധാത്രി എന്ന് പറഞ്ഞാൽ വിധാതാവ് അല്ലെ എന്നതിന് ആ ഒരു സ്ത്രീലിംഗ രൂപം ആണ്. സൃഷ്ടികർത്തി, ബ്രഹ്മപത്നി, വിധിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ആ വിധാത്രി കാരണം ജഗദ്ധാത്രി ഇല്ലേ. അപ്പൊ ഈ ഒരു ലോകങ്ങളെ ധരിക്കുന്നവൾ, പോഷിപ്പിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം എടുക്കാം. പ്രപഞ്ചത്തെ വിധാനം, അല്ലാതെ ഡിസൈൻ ചെയ്യുന്നവൾ അല്ലെ. ഈ പ്രപഞ്ചം എങ്ങനെ ഇരിക്കണം ഇതെല്ലാം അമ്മ തീരുമാനിക്കുകയാണ്. അമ്മ തീരുമാനിച്ചാണ് നമ്മളെല്ലാം ഇല്ലേ. നമ്മൾ എങ്ങനെ ഇരിക്കണം, ഇവിടുത്തെ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ എങ്ങനെ ഇരിക്കണം, ഇതൊക്കെ അമ്മയെ തീരുമാനിക്കുന്നത്. ധാത്രി എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൾ, മാതൃത്വം ഇല്ലേ, മദർഹുഡ് എന്നൊക്കെ പറയാം. അപ്പൊ ശ്രീമാതയായിരിക്കുന്ന ദേവി ആ ഒരു സുപ്രീം മദർ അല്ലെ, ജഗദംബികയായിട്ട് ദേവി തന്നെയാണ് അമ്മയായിട്ട് തന്റെ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും. ധാത്രി എന്നാല് വേറൊരർത്ഥം നെല്ലിക്ക ഇല്ലേ, ആംല എന്നൊക്കെ നമ്മൾ ഗൂസ്ബെറി. ഈ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദേവി നെല്ലിക്ക പോലെയാണെന്ന് പറയുന്നു. എന്താണ് നെല്ലിമരം എന്ന് പറയുന്നത്? വളരെ ശുദ്ധമായ മംഗളകരമായ ഒരു വൃക്ഷമാണ്. ലക്ഷ്മി ദേവിയുടെ വാസം ഈ വൃക്ഷത്തിലുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിനെ വിധാതാവ്, വിധാത്ര എന്നൊക്കെ പറയണം. അപ്പോൾ വിധാതാവിന്റെ പത്നി വിധാത്രി. അപ്പൊ പരമശിവനായ ബ്രഹ്മൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ രൂപത്തിലുള്ള ഇരുന്ന് സൃഷ്ടി നടത്തുന്നത്. വിഷ്ണു പരിപാലിക്കുന്നു, ഇപ്പൊ രുദ്രൻ ലയിപ്പിക്കുന്നു. ഈ മൂന്ന് ഭാവത്തിലിരിക്കുന്ന ശിവഭക്തിമാരാണ് സരസ്വതി, ലക്ഷ്മി, ബ്രഹ്മാണി. ഇപ്പൊ മറ്റു നാമങ്ങളായിരിക്കുന്ന അതായത് 457 മാതാ, ജനനി, പ്രസവിത്രി, അംബ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തില് ഒരു നാമവും വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ചില നാമങ്ങളില് ഒരേ അർത്ഥമാണെന്ന് മാത്രം. ഇനി ഇതിന്റെ ഒക്കെ അഗാധമായ സൂക്ഷ്മതലത്തിൽ ഇറങ്ങിച്ചെന്നാൽ അവിടെ അർത്ഥതലങ്ങൾ മാറുന്നതും നമുക്ക് കാണാൻ പറ്റും. അടുത്ത നാമം വേദജനനി, വേദങ്ങളെ ജനിപ്പിച്ചവൾ. വിഷ്ണുമായ, വേദങ്ങളെ ജനിപ്പിച്ചവൾ. നമ്മൾ വേദങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. വേദങ്ങൾ ദേവിയുടെ ഇച്ഛ അനുസരിച്ച് രൂപം പൂണ്ടവയാണ്. അതുകൊണ്ട് അവയുടെ ജനനിയായിട്ട് ദേവിയെ പറയുന്നുണ്ട്. ദേവി പുരാണത്തിൽ ഇത് പറയുന്നുണ്ട്. കാരണം എന്താണ് ആ ഒരു യഥ ശൃംഗാടകാകാര കുണ്ടലിന്യ സമുദ്ഗത സ്വരാശ്ച വ്യഞ്ജന നീതി വേദമാത തദസ്മൃത. അപ്പൊ ഇതില് ദേവി പുരാണത്തിൽ പറയണു കുണ്ടലിനി ശക്തിയിൽ നിന്ന് സ്വരവ്യഞ്ജന രൂപമായിരിക്കുന്ന വേദങ്ങൾ ഉണ്ടായി. കുണ്ടലിനി എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. ഈ അർത്ഥത്തിലും ദേവി വേദജനനി എന്ന് പറയാം. അപ്പൊ വേദങ്ങളെ ജനിപ്പിച്ചവൾ, ക്രിയേറ്റർ ഓഫ് വേദാസ് അല്ലെ. അതിന്റെ വാക്യാർത്ഥം എടുത്താല് വേദങ്ങൾക്ക് ജന്മം കൊടുത്തവൾ എന്ന അർത്ഥം എടുക്കണം. അപ്പൊ വേദങ്ങൾ ഉണ്ടായത് ആദ്യമായി ബ്രഹ്മത്തിൽ നിന്നാണ്. അത് നാദരൂപത്തിലാണ്. ഈ ശബ്ദത്തെ നമ്മുടെ ഋഷിമുനിമാര് മനസ്സിലാക്കി അവരുടെ ബോധമണ്ഡലത്തില് അത് തങ്ങളുടെ ശിഷ്യന്മാർക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്തു അല്ലെ. ലിറ്ററലി പഠിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ നമുക്കറിയാം ആദ്യ ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തി തന്റെ ശിഷ്യരായിരിക്കുന്ന സനകാദികൾക്ക് മൗനത്തിലൂടെയാണ് ഈ അറിയിപ്പ് പകർന്നു കൊടുത്തത് അല്ലെ. ദക്ഷിണാമൂർത്തി സ്തോത്രം പറയുന്നു, ഓം മൗന വ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനം വശിഷ്ഠ ദേവ ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഹി ആചാര്യന്യം കരകലിത ചിന്മുദ്രം ആനന്ദമൂർത്തിയും സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീടെ അല്ലെ. ഗുരോസ്തു മനനം വ്യാഖ്യാനം ശിഷ്യാദു ഛിന്ന സംശയാഹ. അടുത്ത കാലത്ത് വേദങ്ങൾ എഴുതപ്പെട്ടത് ഈ പുസ്തകങ്ങളുടെ രൂപത്തിലായതാണ്. അടുത്ത കാലത്താണ് അതങ്ങനെ എഴുതപ്പെട്ടത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ഫോമിലായതിൽ പല കുറവുകളും വന്നിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഇതിനെയൊക്കെ തെറ്റായിട്ട് ഉച്ചരിക്കുമ്പോൾ അതിന്റെ ആ ഒരു നോട്ട്സ് അഥവാ സ്വരങ്ങൾ മാറുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥഫലങ്ങളായിരിക്കില്ല ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദങ്ങള് ചൊല്ലി തന്നെ ഓറലി പഠിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്.
വേദങ്ങളുടെ ഉദ്ഭവം ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ്. ശബ്ദം എന്നാൽ നാദം, സൗണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് വളരെ ഉപനയനം കഴിയുമ്പോൾ തന്നെ ആ ഒരു വേദ പഠനം തുടങ്ങുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത് പഠിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു പല അർത്ഥ തലങ്ങൾ മാറാതെ അതിന്റെ ആ ശബ്ദതലത്തിൽ അത് ജപിക്കാൻ പറ്റുന്നത്. മുണ്ടക ഉപനിഷത്ത് 2 തരത്തിലുള്ള വ്യാഖ്യാനമാണ് തരുന്നത്. അറിവ് 2 വിഭാഗങ്ങളിലായിട്ട് തിരിക്കാന്ന് പറയുന്നത്. ഒന്ന് ആ ഒരു സെക്കുലാർ അപര, സ്പിരിച്വൽ ഓർ പര. അപ്പൊ അപരാവിദ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്നതിലാണ് 4 വേദങ്ങള്, ഭാഷാശാസ്ത്രം, വ്യാകരണം, പൂജാ പദ്ധതികള്, ജ്യോതിഷം, ജ്യോതിശാസ്ത്രം, ഛന്ദശാസ്ത്രം, ആ ഒരു എന്താ പറയാ എല്ലാം വരുന്നത്, എല്ലാ വിഭാഗങ്ങളും വരുന്നത്. പക്ഷെ പര എന്നത് എന്തുകൊണ്ടാണ് ബ്രഹ്മത്തെ അറിയുന്നത്, അല്ലെങ്കിൽ അതിനൊരിക്കലും വിഘടിപ്പിക്കുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ഇതിനെയാണ് നമ്മൾ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. പരാവിദ്യ, ഷോഡശാക്ഷരി വിദ്യ, ആത്മവിദ്യ എന്നൊക്കെ പറയണത്. ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് പറയണു ഋഗ്, യജുസ്, സാമം, അഥർവം തുടങ്ങിയ 4 വേദങ്ങളും, അതായത് ഹിസ്റ്ററി, മിത്തോളജി, ആർട്സ്, ഉപനിഷത്ത് എല്ലാം തന്നെ ബ്രഹ്മത്തിന്റെ പ്രാണനാണെന്ന്. ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ ബ്രെത്ത് ഓഫ് ദ ഇൻഫിനിറ്റ് എന്നാ പറയുന്നത്. ഇൻഫിനിറ്റ് റിയാലിറ്റി ഓർ സുപ്രീം സെൽഫ്. ഇനി പുരുഷ സൂക്തം വേറൊരു ഇന്റർപ്രിട്ടേഷൻ പറയുന്നുണ്ട്. അത് പറയണു വേദങ്ങൾ ഉണ്ടായത് ആ ഒരു സർവഹുത യജ്ഞത്തിൽ നിന്നാണെന്ന്. ഈ യജ്ഞം നടത്തിയത് ദേവതകള്, ഋഷിമാര് തുടങ്ങിയ ഒരു പുരുഷനെ യജ്ഞപുരുഷനായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഈ ഹോമം നടത്തിയെന്ന് പറയണു. ഈ പുരുഷനെയാണ് നമ്മൾ ബ്രഹ്മൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മനിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. ഈ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ വ്യത്യസ്തമാണെങ്കിലും എല്ലാം ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. കാരണം വേദങ്ങള് ശബ്ദത്തിന്റെ സൂക്ഷ്മതലമാണ്. ഇത് ഏറ്റവും ഉയർന്ന പരബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് ഉദ്ഭവിച്ചത് എന്ന്. അപ്പൊ അങ്ങനെ ആ ഒരു ആ ഒരു തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് എന്താ പറയാ, വേദജനനി അമ്മയാണ്, അതായത് ദേവിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞ വേദങ്ങൾ മനുഷ്യന് നൽകിയവള്. 4 വേദങ്ങളും ഈശ്വരിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടിയത് കൊണ്ട്, അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. പൗരുഷേയം എന്ന് പറഞ്ഞാല് വ്യക്തികളെ രചിച്ചത്, അപൗരുഷേയം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ രചിച്ചത്, വ്യക്തികളെ രചിക്കാത്തത്. അപ്പൊ വേദജനനിയായിരിക്കുന്ന ദേവി ആരാണ്? വിഷ്ണുമായ, വിഷ്ണുവിന്റെ മായയായിട്ടിരിക്കുന്നവൾ. വിഷ്ണു എന്ന് പറഞ്ഞാല് എല്ലായിടത്തും വ്യാപിച്ച് നിലകൊള്ളുന്നവൾ, വിശ്വത്തെ മൂടി പൊതിഞ്ഞ് നിൽക്കുന്നവൾ. മായ എന്ന് പറഞ്ഞാൽ മൂലപദാർത്ഥം. ഇതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ വിഷ്ണുമായ വളരെ എന്താ പറയാ, ആ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോ ആദ്യം ഉണ്ടായത് വിഷ്ണുമായയാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോ വിഷ്ണുമായ രൂപിണിയായിട്ടിരിക്കുന്നവൾ. ത്രിഭിർ ഗുണമൈർ സർവമിതം ജഗത് മോഹിതം നാഭിജാനാതി മാമേഭ്യ പരം അവ്യയം ദേവി ഹേഷാ ഗുണമയി മമ മായ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തിതേ നാമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമ മായയാ പ്യഹതി അജ്ഞാന അസുരം ഭാവമാശ്രിത. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലേ ആ ഒരു എന്താ പറയാ, മമ മായ ദുരത്യയ. ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിലെ വിഷ്ണുമായയുടെ പ്രവർത്തനം വിവരിക്കുന്നുണ്ട്. അവ്യക്ത വ്യക്തരൂപേണ രജ സത്വ തമോ ഗുണൈഹി വിഭജ്യ യാർത്ഥ്യം കുരുതേ വിഷ്ണുമായേതി സോപ്യതേ. ഇപ്പൊ കാളികാ പുരാണത്തിലും ഇത് പറയുന്നു. വ്യാപനശീലനായിരിക്കുന്ന വിഷ്ണുവിന്റെ ആവരണ കർത്തൃയായിരിക്കുന്ന മായ സകല ജഗത്തിനെയും മോഹിപ്പിച്ചുകൊണ്ട് ആ മായ ദേവി തന്നെയാണ്. ആ മായ മമ മായ ദുരത്യയ എന്ന് പറയുന്നു. കാരണം ഈ മായയെ മാറ്റിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ വ്യാപിച്ചു നിൽക്കുന്ന എന്താ പറയാ, വിഷ്ണുവിന്റെ വിശ്വത്തെ പൊതിഞ്ഞു നിൽക്കുന്ന മൂലപദാർത്ഥം അത് മായയാണ്. അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്. ഈ ദേവി വിഷ്ണുവിന്റെ മായാരൂപമാണെന്ന് അർത്ഥം. വിഷ്ണു എന്നത് എന്താണ്? വ്യാപിച്ചു കിടക്കുന്ന ശക്തി അല്ലേ, പരിപാലകനാണ്. ബ്രഹ്മത്തിന്റെ സ്ഥിതി ഭാവത്തെയാണ് വിഷ്ണു പറയുന്നത്. ഇപ്പൊ നാരായണ സൂക്തം പറയുന്നു വിഷ്ണു തന്നെയാണ് അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നത്, ഊടും പാവുമായിട്ട്. ഈ സ്ഥൂല ശരീരത്തിന്റെ ശക്തി എന്നത് മായാ സ്വരൂപത്തിലാണ്. ആ മായ തന്നെയാണ് ബ്രഹ്മത്തിന് ചുറ്റും ഒരു തിരസ്കരണി എന്ന മായാപടം വിരിച്ചിരിക്കുന്നതും. അപ്പൊ ഈ മായാപടം മാറ്റാതെ ബ്രഹ്മത്തെ അറിയാൻ സാധ്യമല്ല. അപ്പോ ഇല്ലാതെ മായയുടെ ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല അനലനം എന്ന് ഗുരുദേവൻ. ഇത് മാറ്റാൻ ശക്തിക്കല്ലാതെ
വേറെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തി ഉപാസനയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെ? ദ അൾട്ടിമേറ്റ് സാധന എന്ന് പറയാൻ കാരണം എന്താ? ശിവൻ ശക്തിക്ക് സ്വതന്ത്രമായി അധികാര ശക്തി കൊടുത്തിട്ടുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അവര് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. പക്ഷെ ദേവി സ്വതന്ത്ര ശക്തിയായിട്ട് ദേവിയെ ഭഗവാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി ഭരിക്കാൻ അല്ലെ? അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കണം. ഒരു ഭാരിച്ച ചുമതലയാണ് ദേവിക്ക് ശിവൻ കൊടുത്തിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയണു, എന്റെ മായയെ അതിക്രമിക്കാൻ വളരെ പ്രയാസമാണ് അല്ലെ? അജ്ഞാനമായിരിക്കുന്ന ഈ മായ 3 ഗുണങ്ങളാണെന്ന് അറിയൂ. അതാണ് എനിക്ക് പൂർണ്ണമായിട്ടും ശരണാഗതി ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവർ ഈ മായയുടെ പിടിയിൽ നിന്ന് മോചിതരാകുന്നു. എന്നെ ശരണാഗതി ചെയ്തെങ്കിൽ മാത്രമേ എന്താ പറയാ അവർക്ക് ഈ മായയിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. ഈ ഗീതാ ശ്ലോകം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ വളരെ ചെറുതായ ഒരു വരിയിലാണ് ഭഗവാൻ മായയെയും അതിന്റെ തന്നെയും ആശ്രയിക്കണം, തന്നെ എങ്ങനെ ആശ്രയിക്കണം എന്നൊക്കെ പറയണത്. മായ എന്ന ഗുണത്രയമാണ് സത്വരജസ് തമോ ഗുണങ്ങൾ. ഈ ഗുണങ്ങളിലെ വ്യതിയാനങ്ങള് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോഴാണ് സൃഷ്ടി അഥവാ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണമെന്നർത്ഥം. പ്രകൃതി വികൃതിയായിട്ട് മാറുന്നത്. ഒരാൾക്ക് ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാല് മായയുടെ തിരസ്കരണി പടം ആദ്യ പടിയായിട്ട് മാറ്റാൻ സാധിക്കും. അടുത്ത പടി എന്താണ്? ഭഗവാന് ശരണാഗതി ചെയ്യുക അല്ലെ? ശിഷ്യസ്തേമഹം ഷാഹിമാം പ്രപന്നം അല്ലെ? മാം മേവ പ്രപദ്യന്തേ മായാമേദം തരണീയ. അപ്പൊ എന്നെ ആരാണോ ടോട്ടലായിട്ട് സറണ്ടർ ചെയ്യുന്നവര് അല്ലെ? അവര് ഇല്യൂഷൻ തീർച്ചയായിട്ടും ഈ മായയിൽ നിന്ന് അവര് മുക്തമാകും. ദേവി ഹേഷാഗുണമയി മമമായ ദുരത്തെ. ഇത് ഭഗവാൻ തന്നെ പറയുന്നതാണ് അല്ലേ? അങ്ങനെയായിരിക്കുന്ന ദേവി ഈ ഇതിൽ വരുന്ന ഈ ഒരു അധ്യായത്തിൽ വരുന്ന അവസാനത്തെ നാമമാണ് വിഷ്ണുമായ വിലാസിനി. വിലം പ്ലസ് ആസിനി. വിലത്തിൽ ഇരിക്കുന്നവൾ. വിലം എന്ന് പറഞ്ഞാല് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ഇടം, ദ്വാരം അല്ലെ? ബിലം എന്നൊക്കെ പറയാറുണ്ട് തമിഴില്. വിലം എന്ന് പറഞ്ഞാല് സൂക്ഷ്മദ്വാരം. ആസിനി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. വിലം ബ്രഹ്മരന്ധ്രാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെറ്റിയില് 2 പുരുകങ്ങൾക്ക് മധ്യേ നിന്ന് പിന്നോട്ടുള്ള വഴിയിലാണ് ആത്മാവ് വസിക്കുന്നതെന്ന് പറയാറുണ്ട്. ആത്മാവിന്റെ ഉള്ളില് പരമാത്മാവും വസിക്കുന്നു. ആ വാസസ്ഥാനമാണ് വിലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ബ്രഹ്മരന്ധ്രത്തില് ആത്മാവിനുള്ളിൽ നിറഞ്ഞവൾ എന്നർത്ഥം. കാഞ്ചി പീഠത്തിലെ കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലെ ബിലദ്വാരം എന്ന് പറയുന്നത് അവിടെയാണ്. ശരിക്കും ചിതാകാശത്തിലാണ് ബിലദ്വാരം എന്ന് പറയാറുണ്ട്. കാരണം വളരെ എന്താ പറയാ ഒരു വിശേഷപ്പെട്ട വിലാസത്തോട് കൂടിയവൾ. ഇപ്പൊ വിലാസത്തോട് കൂടിയവൾ വിലാസിനി എന്നുള്ള പേര് തന്നെ എന്താ? പല വിലാസങ്ങൾ കാണിക്കുന്നവൾ. വിലാസം സ്ത്രീക്ക് ഒരു പ്രിയദർശനം കൊണ്ടുണ്ടാകുന്ന ചേഷ്ടകള് ആണ്. നായികാശ്രിതങ്ങളായിരിക്കുന്ന അലങ്കാരങ്ങളിൽ ഒന്നായി ഒരു ആലങ്കാരികൾ ഇതിനെ വിവരിക്കുന്നുണ്ട്. സ്ത്രീയുടെ സൗന്ദര്യാദി ഗുണവിശേഷങ്ങൾക്ക് തിളക്കം കൂട്ടുന്നുവെന്ന് പദാർത്ഥം. അർത്ഥസംഗ്രഹണം കൊണ്ട് ലീല, മധുരഭാഷണം, ചകിത ഭാവം തുടങ്ങി സ്ത്രീ സഹജമായിരിക്കുന്ന ഭാവങ്ങൾ ഈ പദങ്ങൾ കൊണ്ട് പറയുന്നുണ്ട്. മഹാകാമേശ്വരന്റെ നിരന്തരമായ സാമീപ്യം കൊണ്ട് വിലാസത്തോടു കൂടിയവൾ എന്ന സന്ദർഭം കൊണ്ടും അർത്ഥം എടുക്കാം. അപ്പോ ഈ പറഞ്ഞ വിക്ഷേപം എന്നത് മായയുടെ ശക്തികളിൽ ഒന്നാണ്. നമ്മുടെ മുൻ നാമത്തിന്റെ തുടർച്ചയായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്ന് മറയ്ക്കുന്ന ആവരണ ശക്തി എന്ന അർത്ഥം കിട്ടും അല്ലെ? ചിന്താമണി ഗ്രഹത്തില് ദേവിയുടെ പീഠത്തെ സേവിച്ചു നിൽക്കുന്ന ദേവിമാരില് ഒരാൾക്ക് വിലാസിനി എന്ന് പേരുണ്ട്. ആ ദേവിയെ കുറിക്കുന്നുവെന്നും നമുക്ക് അർത്ഥം എടുക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. വിലത്തിൽ, അതായത് ബ്രഹ്മരന്ധ്രത്തില് ആസീനയായിട്ടിരിക്കുന്നവൾ, സ്ഥിതി ചെയ്യുന്നവൾ എന്ന് യോഗശാസ്ത്രപരമായിരിക്കുന്ന വ്യാഖ്യാനം. ഇത് തന്നെ നമ്മൾ എടുക്കണം. ഉപാസകർക്ക് അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ സുഷുമ്നാ മാർഗം ശിരസിൽ അവസാനിക്കുന്ന ഭാഗമാണ് ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത്. ഇത് ഭേദിച്ച് ദേഹി പുറത്തു പോകും മരണസമയത്ത്. മോക്ഷമാർഗം രോധിച്ച് ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നു അല്ലെ? തത്ര ബ്രഹ്മവിലം ജ്ഞേയം രുദ്രഗോഭ്യർ ബുധേർ വൃതം എന്ന് ഒരു എന്താ പറയാ ദേവി ഇരിക്കുന്ന സ്ഥലത്തെ കുറിച്ച്, ഒരു സ്ഥലം എവിടെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ വിലാസം എന്നാൽ നമ്മൾ കളിയായിട്ട് പ്ലേഫുൾ എന്നൊക്കെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിലും ദേവിക്ക് കളി ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ലീല, ഈ ജഗത്ത് മുഴുവനും അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ലീല നാടകമാണ് അമ്മയുടെ അല്ലേ?
അവര് ലളിതയായിട്ടിരിക്കുന്നവൾ, ലീലയായിട്ട് ചെയ്യുന്നവൾ. അപ്പൊ ശിവന്റെ ആഗ്രഹമായിട്ട് കാമേശ്വരന്റെ കാമങ്ങൾക്ക് എല്ലാം കളിയായിട്ട് നടത്തി കൊടുക്കുന്നവൾ എന്ന് പറയാം. ഇവിടെ ഒന്നും തെറ്റായിട്ട് രീതിയിൽ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഇങ്ങനെ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അവര് പ്രോക്രിയേഷൻ എന്നൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാം അമ്മ കളിയായിട്ട് ഇവിടെ നടത്തുകയാണ്. സൃഷ്ടി ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, അല്ലെ? വെറും ശൂന്യത മാത്രം. അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ കർശനമായ ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിശ്ചയമായും പാലിക്കപ്പെടുകയും വേണമെന്ന് പറയുന്നു. ഇവിടെ വിലാസം എന്നാൽ ശരിക്കും പറഞ്ഞാൽ ആ പവർ ഓഫ് പ്രൊജക്ഷൻ, അതായത് വിക്ഷേപക ശക്തി. ഈ വിക്ഷേപ ശക്തി എന്ന പ്രകടന ശക്തിയിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ പ്രകടിപ്പിക്കുന്നത്. ഇത് ചെയ്യുന്നത് മഹാമായയുടെ ഒരു ക്രിയയാണ്, ഇല്ലെങ്കിൽ ജോലിയാണ്. യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ട് വേറൊന്നിനെ പുറത്തേക്ക് പ്രകടിതമാക്കുന്നു, അല്ലെ? വെയിലിംഗ് ദ ട്രൂത്ത് ആൻഡ് പ്രൊജക്ടിങ് ഇറ്റ് ആസ് സംതിങ് എൽസ്. ഒന്നിനെ വേറൊന്നായിട്ട് കാണിക്കുന്നു, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ദിസ് കാസ് ഇല്യൂഷൻ. ഇതാണ് നമുക്ക് മായ ഉണ്ടാക്കുന്നത്. ഈ വിവരണം വളരെ അനുയോജ്യമാണ്. കാരണം വിഷ്ണു മായ എന്നുള്ള നാമത്തിന്റെ തുടർച്ചയായതുകൊണ്ട് ദേവി വിഷ്ണുവിന്റെ മായയായിട്ടിരിക്കുമ്പോൾ ആണ് ഈ ഭ്രമം അഥവാ ഇല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പം വിഷ്ണു എപ്പോഴാ ഉള്ളത്? സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞ സ്ഥിതിയിലാണ്, അല്ലെ? നമ്മൾ ജീവിക്കുമ്പോൾ മുഴുവനും ഈ ലോകത്ത് നമുക്ക് മായ എന്ന് പറയുന്ന ഒരു പടം ഇട്ടിരിക്കുക. നമ്മൾ മരണത്തിന് ശേഷം മായ മാറിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇല്യൂഷൻ ഉണ്ടാക്കുന്ന വിഷ്ണുവാണ്, ഈ വ്യാപന ശക്തിയാണ്. ഈ മായയെ തന്നെ നമ്മൾ ശരണാഗതി അല്ലെ, മമ മായ ദുരത്യയെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് മായയെ മാറണമെങ്കിൽ മായാസ്വരൂപിണിയായിരിക്കുന്ന ഈ പരാശക്തി തന്നെ നമ്മൾ അനുഗ്രഹിച്ചെങ്കിലേ പറ്റുള്ളൂ, ഇല്ലേ? ആ മായാസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതിയുടെ പാദത്തില് എല്ലാവരുടെയും മായ മാറ്റണേ, അല്ലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ എന്ന് പറഞ്ഞുകൊണ്ട് ശരണാഗതരെ കൈവിടാത്ത ജഗദംബിയുടെ പാദപത്മങ്ങളില് എല്ലാത്തിനെയും അറിവും അറിവില്ലായ്മയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശരിക്കുമുള്ള ആ ഒരു നമുക്ക് വഴി തെളിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി.